أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചുള്ള അനുസ്മരണമാണ് നടന്നു വരുന്നത്. ഹസ്രത്ത് മുസ്ലിം മൗദ് ഹസ്രത്ത് അലിയുടെ ഷഹാദത്തിന്റെ പശ്ചാത്തലം വിവരിച്ചുകൊണ്ട് പറയുന്നു, പ്രശ്നങ്ങൾ നല്ലപോലെ ഒതുങ്ങിത്തീർന്നിട്ടുണ്ടായിരുന്നില്ല. ഖവാരിജിലെ ഒരു വിഭാഗം പരസ്പരം കൂടിയാലോചന നടത്തുകയാണ് ഈ ഫിത്നയെ എങ്ങനെയെങ്കിലും അകറ്റുകയും വലിയ വലിയ ആളുകളെ വധിക്കുകയും ചെയ്യേണ്ടതാണ്. അങ്ങനെ അവരിലെ ധൈര്യശാലികളും യോദ്ധാക്കളുമായ ആളുകൾ ശപഥം ചെയ്തുകൊണ്ട് ഇറങ്ങുകയും, അതായത് അവരിൽ നിന്ന് ഒരാൾ ഹദ്റത്ത് അലി റളിയല്ലാഹുവിനെയും ഒരാൾ ഹദ്റത്ത് മുആവിയയെയും മറ്റൊരാൾ അംർ ഇബ്നു ആസിനെയും ഒരേ ദിവസം ഒരേ സമയത്ത് വധിക്കാം എന്ന് പറഞ്ഞു. ഹദ്റത്ത് മുആവിയയുടെ അടുത്തേക്ക് പോയിരുന്ന ആൾ ഹദ്റത്ത് മുആവിയെ ആക്രമിച്ചു. എന്നാൽ അയാളുടെ വാൾ ശരിയായി കൊണ്ടില്ല. ഹദ്റത്ത് മുആവിയയ്ക്ക് നിസ്സാര പരുക്കേറ്റു. വധിക്കാൻ പോയ ആൾ പിടിക്കപ്പെട്ടു, പിന്നീട് കൊല്ലപ്പെടുകയും ചെയ്തു. ഹദ്റത്ത് അംർ ഇബ്നു ആസിനെ വധിക്കാൻ പോയ ആളും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. കാരണം അദ്ദേഹം അസുഖം കാരണം നമസ്കാരത്തിന് വന്നിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നമസ്കരിപ്പിക്കാൻ വന്ന ആളെയാണ്, അംർ ഇബ്നു ആസിന്റെ സ്ഥാനത്ത് വന്ന ആളെയാണ് വധിച്ചത്. ആ ആക്രമിയും പിടിക്കപ്പെട്ടു, പിന്നീട് അയാളും വധിക്കപ്പെടുകയാണ് ചെയ്തത്. ഹദ്റത്ത് അലിയെ വധിക്കുന്നതിന് വേണ്ടി പുറപ്പെട്ട ആൾ സുബൈ നമസ്കാരത്തിന് സമയത്ത് എഴുന്നേൽക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ആക്രമിച്ചു, വളരെ ഭീകരമായ രീതിയിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ ആക്രമിക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞു, അലി, നീ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കപ്പെടേണ്ടതല്ല, മറിച്ച് അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടതാകുന്നു അത്. ഹദ്റത്ത് അലിയുടെ ഷഹാദത്തിനെ സംബന്ധിച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഹദ്റത്ത് ഉബൈദുള്ള നിവേദനം ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അലിയോട് പറഞ്ഞു, അലിയോ അലി, നിനക്കറിയാമോ മുൻകടന്നവരിലും വരാനിരിക്കുന്നവരിലും ഏറ്റവും മോശമായ വ്യക്തികൾ ആരെല്ലാമാണെന്ന്? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവും റസൂലുമാണ് ഏറ്റവും നന്നായി അറിയുക. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുൻകടന്നവരിൽ ഏറ്റവും ദുർഭകനായ വ്യക്തി സാലിഹിന്റെ ഒട്ടകത്തിന്റെ പിൻകാലുകൾ ഒട്ടിയവനായിരുന്നു. അലിയോ അലി, അവസാനം വരുന്ന ആൾ ഏറ്റവും ദുർഭകനായ വ്യക്തി നിന്നെ കുന്തം കൊണ്ട് വീഴ്ത്തുന്നവൻ ആയിരിക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ് അദ്ദേഹത്തിന് കുന്തം ഏൽക്കുക എന്ന് കാണിച്ചു കൊടുത്തു. ഹദ്റത്ത് അലിയുടെ ഭൃത്യ ഉമ്മ ജാഫർ നിവേദനം ചെയ്യുന്നു, ഞാൻ ഹദ്റത്ത് അലിയുടെ കൈകളിലേക്ക് വെള്ളമൊഴിക്കുകയായിരുന്നു. അദ്ദേഹം തന്റെ തല ഉയർത്തി തന്റെ താടി പിടിച്ച് തന്റെ മൂക്ക് വരെ ഉയർത്തുകയുണ്ടായി. അതിനുശേഷം തന്റെ താടിയെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഹാ, നിന്നെപ്പറ്റി എന്തു പറയാൻ, തീർച്ചയായും നീ രക്തമംഗലമാകുന്നതാണ്. പിന്നെ ജുമാ ദിവസം അദ്ദേഹം ഷഹീദാക്കപ്പെടുകയും ചെയ്തു. ഹദ്റത്ത് അലി അള്ളാഹുവിന്റെ ഷഹാദത്തിനെ സംബന്ധിച്ച് മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ വിവരിക്കപ്പെട്ടിരിക്കുന്നു. ഇബ്നു ഹൻഫിയ നിവേദനം ചെയ്യുന്നു, ഞാനും ഹദ്റത്ത് ഹസനും ഹദ്റത്ത് ഹുസൈനും ഹമാമിൽ അഥവാ കുളിസ്ഥലത്തിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ അടുത്ത് ഇബ്നു മുൽജിം വന്നു. അയാൾ വന്നപ്പോൾ ഹസനും ഹുസൈനും അയാളോട് നീരസം വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നിനക്ക് ഞങ്ങളുടെ അടുത്ത് വരാൻ എങ്ങനെയാണ് ധൈര്യം വന്നത്? ഞാൻ അവർ രണ്ടുപേരോടും പറഞ്ഞു, നിങ്ങൾ അവർ രണ്ടുപേരെയും ശ്രദ്ധിക്കരുത്, തർക്കിക്കേണ്ട. തീർച്ചയായും ഇവർ നിങ്ങൾക്കെതിരായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതിനേക്കാളും ഭയാനകമായിരിക്കും. ഹദ്റത്ത് അലിയെ ആക്രമിക്കുന്ന സമയത്ത് ഇബ്നു മുൽജിമിൻ തടവുകാരനായി പിടിക്കപ്പെട്ടിരുന്നു. ഇബ്നു ഹൻഫിയ പറയുന്നു, ഞാൻ ആ സമയത്ത് തന്നെ ഹമാമിൽ കുളിക്കുന്ന വന്ന സമയത്ത് തന്നെ എനിക്ക് അയാളെ നന്നായി അറിയാം.
അപ്പോൾ ഹദ്റത്ത് അലി പറഞ്ഞു, ഇയാൾ തടവുകാരനാണ്, അതുകൊണ്ട് അയാൾക്ക് നല്ലപോലെ അതിഥിസൽക്കാരം ചെയ്യുക, അതുപോലെ ആദരപൂർവ്വം അയാൾക്ക് താമസിക്കാനും ഏർപ്പാട് ചെയ്യുക. ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ അയാളെ വധിക്കുന്നതാണ്, അല്ലെങ്കിൽ മാപ്പ് നൽകുന്നതാണ്. അഥവാ ഞാൻ മരണപ്പെടുകയാണെങ്കിൽ അയാളെ എനിക്കുള്ള പ്രതികാരം എന്ന നിലയിൽ വധിക്കേണ്ടതാണ്. പക്ഷേ അതിൽ ലംഘിക്കരുത്. അതിൽ ലംഘിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ഹദ്റത്ത് ഇബ്നു അബ്ബാസിന്റെ സ്വതന്ത്രനാക്കപ്പെട്ട അടിമ കുസും നിവേദനം ചെയ്യുന്നു, ഹദ്റത്ത് അലി തന്റെ മൂത്ത മകന്റെ വസീയത്തിലൂടെ എഴുതി, അതായത് ഇയാളെ ഇബ്നു മുൽജിമിന്റെ ഉദരത്തിലും ഗുഹ്യസ്ഥാനത്തും അമ്പ്. ജനങ്ങൾ പറയുന്നു, ഹവാരിജീങ്ങളിൽ നിന്ന് 3 ആളുകളെയാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നത്. അബ്ദുറഹ്മാൻ മുൽജിം മുറാദി, അയാൾ ഹമീർ ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു. മുറാദ് കബീലയിലാണ് എണ്ണപ്പെട്ടിരുന്നത്. അതാകട്ടെ ഹംദയുടെ കുടുംബമായ ബനു ജമാലിന്റെ സൗഹൃദത്തിലുള്ളവരായിരുന്നു. ബുർക ബിൻ അബ്ദുല്ല തമീമി, ഉമർ ബിൻ ബുക്കൈർ തമീമി എന്നിവരുമുണ്ടായിരുന്നു. ഇവർ 3 പേരും മക്കയിൽ ഒത്തുകൂടി അവർ ഉറച്ച തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അവർ 3 പേരെയും തീർച്ചയായും കൊലപ്പെടുത്തുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നതാണ്. ഇവർ 3 പേരെയും വധിക്കുന്നതിന് വേണ്ടിയാണ് അവർ 3 പേരും നിശ്ചയിക്കപ്പെട്ടിരുന്നത്. ഹദ്റത്ത് അലി ബിൻ അബു താലിബിനെയും ഹദ്റത്ത് മുആവിയ ബിൻ അബു സുഫിയാനെയും ഹദ്റത്ത് അമ്ർ ബിൻ ആസിനെയും തീർച്ചയായും കൊലപ്പെടുത്തുമെന്ന് ശപഥം ചെയ്തിരുന്നു. ഇവർ വധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന 3 ആളുടെ പേരുകൾ ഇതാണ്. ഇതിനെ സംബന്ധിച്ചാണ് മുസ്ലിം നേരത്തെ വിവരിച്ചിട്ടുള്ളത്. തുടക്കത്തിൽ അവർ വധിക്കുകയും ആളുകൾ രക്ഷപ്പെടുകയും ചെയ്യുമെന്നാണ് അവർ ശപഥം ചെയ്തിരുന്നത്. അബ്ദുറഹ്മാൻ ബിൽ മുൽജിം പറയുന്നു, ഞാൻ അബൂ താലിബിനെ വധിക്കുക ഉത്തരവാദിത്വം ഞാൻ എടുക്കുന്നു. ബർക്ക് പറഞ്ഞു, മുആവിയ വധിക്കുന്നത് എന്റെ ഉത്തരവാദിത്തമാണ്. അമ്ർ ബിൻ ബക്കീർ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അമ്ർ ബിൻ ആസിൽ നിന്ന് രക്ഷ നൽകുന്നതാണ്. അതിനുശേഷം അവർ ഉറച്ച തീരുമാനം എടുക്കുകയുണ്ടായി. അവർ പരസ്പരം ധാരണയിലെത്തിയ തങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട വ്യക്തി വധിക്കുന്നതുവരെയും ശപഥത്തിൽ നിന്ന് പിന്മാറുകയില്ല എന്നതായിരുന്നു. അവരെ വധിക്കാതെ പിന്മാറുന്നതല്ല, അതല്ലെങ്കിൽ ആ മാർഗത്തിൽ തങ്ങളുടെ ജീവൻ കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ ഒന്നുകിൽ അവർ കൊല്ലുന്നതാണ്, അല്ലെങ്കിൽ അവർ 3 പേരെയും വധിക്കുന്ന കാര്യത്തിൽ തങ്ങളുടെ തന്നെ ജീവൻ ബലിയർപ്പിക്കുന്നതാണ്, അല്ലാതെ തിരിച്ചു വരുന്നതല്ല. അങ്ങനെയാണ് അവർ പരസ്പരം റമദാനിലെ 27ാമത്തെ രാത്രി ഉദ്ദേശത്തിനു വേണ്ടി നിശ്ചയിച്ചു. തുടർന്ന് ആരെയാണ് വധിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായെന്ന് അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. അബ്ദുറഹ്മാൻ മുൽജിം കൂഫയിലെത്തി തന്റെ ഖാരിജി സുഹൃത്തുക്കളെ കണ്ടുമുട്ടി. തന്റെ ആഗമന ഉദ്ദേശം അവരിൽ നിന്ന് മറച്ചു വെച്ചു. അവരെ കാണാൻ പോകുന്നുണ്ടായിരുന്നു. അവരെ കാണാൻ ആളുകളും വരുന്നുണ്ടായിരുന്നു. ഒരു ദിവസം അയാൾ തൈമുർ റിബ ഗോത്രത്തിലെ ഒരു സംഘത്തെ കണ്ടു. അതിലൊരു സ്ത്രീ കത്താം ബിൻത് ഷാ ഷിജന ബിൻത് ആദി ആയിരുന്നു അവരുടെ പേര്. ഹദ്റത്ത് അലി നെഹ്ർവാൻ യുദ്ധത്തിൽ അവളുടെ പിതാവിനെയും സഹോദരനെയും വധിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ത്രീ ഇബ്നു മുൽജിമിനെ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അയാൾക്ക് അഭ്യർത്ഥന സന്ദേശം അയച്ചു. അവൾ പറഞ്ഞു, എന്നോടൊരു വാഗ്ദാനം നിറവേറ്റുന്നത് ഞാൻ നിന്നെ വിവാഹം കഴിക്കുന്നതല്ല. ഇബ്നു മുൽജിം പറഞ്ഞു, നീ എന്ത് ആവശ്യപ്പെട്ടാലും ഞാൻ നിനക്ക് നൽകുന്നതാണ്. അവൾ പറഞ്ഞു, എനിക്ക് 3000 അതുപോലെ അലി ബിൻ അബു താലിബിനെ വധിക്കുകയുമാണ് എന്റെ ആവശ്യം. അള്ളാഹുവാണ് സത്യം, ഞാൻ ഈ പട്ടണത്തിൽ അലി ബിൻ അബു താലിബിനെ വധിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ഞാൻ നിനക്ക് നീ ആവശ്യപ്പെട്ട എല്ലാം തരുന്നതാണ്. തുടർന്ന് ഇബ്നു മുൽജിം ഷബീബ് ബിൻ ബജറ അഷ്രിയെ കണ്ടുമുട്ടി. തന്റെ ഉദ്ദേശം സംബന്ധിച്ച് അദ്ദേഹത്തെ അറിയിച്ചു. തന്നോടൊപ്പം നിൽക്കാനും ആവശ്യപ്പെട്ടു. ഷബീബ് അയാളുടെ ഈ കാര്യം അംഗീകരിച്ചു. അബ്ദുറഹ്മാൻ ബിൻ മുൽജിം ആ രാത്രി, അതായത് അടുത്ത പ്രഭാതത്തിൽ ഹദ്റത്ത് അലിയെ ഷഹീദാക്കുന്നതിന് തീരുമാനിച്ചതാണ്. അഷത്ത് ബിൻ ഖൈസ് കിന്ദി മസ്ജിദിൽ അയാളോട് സ്വകാര്യം പറഞ്ഞ് കടന്നുപോയി. ഫജറിന്റെ ആരംഭ സമയത്ത് അഷത്ത് അയാളോട് പറഞ്ഞു, എഴുന്നേൽക്കു, രാവിലെ ആയിരിക്കുന്നു. അബ്ദുറഹ്മാൻ ബിൻ മുൽജിം ഷബീബ് ബജറിയും എഴുന്നേറ്റു. തങ്ങളുടെ വാളുകൾ എടുത്ത് ഹദ്റത്ത് അലി പുറപ്പെടുന്ന തിണ്ണയ്ക്ക് എതിർവശത്ത് വന്നിരുന്നു. ഹദ്റത്ത് ഹസൻ ബിൻ അലി വിവരിക്കുന്നു, ഞാൻ അതിരാവിലെ ഹദ്റത്ത് അലിയുടെ അടുത്ത് വന്നിരുന്നു. ആ സമയത്ത് ഹദ്റത്ത് അലി പറഞ്ഞു, ഞാൻ രാത്രി മുഴുവനും എൻ്റെ വീട്ടുകാരെ ഉണർത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നിരുന്ന് എൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയി. എൻ്റെ കണ്ണുകൾക്ക് ഉറക്കം വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ സ്വപ്നത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് ഹദ്റത്ത് അലി പറയുകയാണ്, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് അങ്ങയുടെ ഉമ്മത്തിൽ വക്രതയും വളരെ ശക്തമായ വഴക്കുകളും അഭിമുഖീകരിക്കേണ്ടി വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനെതിരിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഞാൻ പറഞ്ഞു, അള്ളാഹുവേ, എനിക്ക് ഇവർക്ക് പകരമായി ഇവരെക്കാൾ നല്ലവരെ തരണമേ. ഇവർക്ക് എനിക്ക് എന്നെക്കാളും മോശമായവരെ നീ നൽകണമേ. ഇത്രയായപ്പോഴേക്കും ഇബ്നു നബ ബാങ്ക് കൊടുക്കുന്ന ആൾ എത്തി പറഞ്ഞു, നമസ്കാരം സമയമായിരിക്കുന്നു. ഹദ്റത്ത് ഹസൻ പറയുന്നു, ഞാൻ ഹദ്റത്ത് അലിയുടെ കൈ പിടിച്ചു എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഇബ്നു നബ അദ്ദേഹത്തിന് മുന്നിലായിരുന്നു, ഞാൻ പിന്നിലും.
അദ്ദേഹം വാതിലിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ ജനങ്ങളെ നമസ്കാരം നമസ്കാരം എന്ന് പറഞ്ഞ് സലാത്ത് സലാത്ത് എന്ന് വിളിച്ചു പറയാൻ തുടങ്ങി. അദ്ദേഹം എല്ലാ ദിവസവും ഈ രീതിയിലാണ് അനുവർത്തി വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം പുറപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വടിയും ഉണ്ടാകുമായിരുന്നു. കഥകൾ മുട്ടി ജനങ്ങളെ ഉണർത്തുമായിരുന്നു. അങ്ങനെ ആ സമയത്ത് രണ്ടാക്രമികളും അദ്ദേഹത്തിന് മുന്നിലെത്തി. ദൃക്സാക്ഷികളിൽ ചിലർ പറയുന്നു, ഞാൻ വാളിന്റെ തിളക്കം കണ്ടു. ഒരു വ്യക്തി പറയുന്നുണ്ടായിരുന്നു, അലി, കൽപ്പനകൾ നിന്നിൽ നിന്നല്ല മറിച്ച് അള്ളാഹുവിൻ്റെതാണ്. പിന്നെ ഞാൻ രണ്ടാമത്തെ വാൾ കണ്ടു. തുടർന്ന് രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് ആക്രമിച്ചു. അബ്ദുറഹ്മാൻ ബിൻ മുൽജിമിന്റെ വാൾ അലിയുടെ നെറ്റിലൂടെ തലച്ചോർ വരെ എത്തി. ഷബീബിന്റെ വാൾ കഥകന്റെ മേലാണ് കൊണ്ടത്. ഹദ്റത്ത് അലി ഇങ്ങനെ പറയുന്നതായി കേട്ടു, ഇയാൾ നിങ്ങളിൽ നിന്ന് ഓടിപ്പോകാൻ ഇടവരരുത്. പക്ഷെ എല്ലാ ഭാഗത്തും ജനങ്ങൾ ഓടിയെടുത്തു. പക്ഷെ ഷബീബ് രക്ഷപ്പെട്ടു. എന്നാൽ അബ്ദുറഹ്മാൻ ബിൽജിം പിടിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഹദ്റത്ത് അലിയുടെ അടുത്ത് അയാളെ എത്തിച്ചു. ഹദ്റത്ത് അലി പറഞ്ഞു, ഇയാൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, മൃദുലമായ വിരുപ്പും ഒരുക്കുക. ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അയാൾക്ക് മാപ്പ് കൊടുക്കുക പ്രതികാരം ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും അവകാശം എനിക്ക് തന്നെയായിരിക്കും. ഞാനത് മരണപ്പെടുകയാണെങ്കിൽ അയാളെ വധിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വിടുക. റബ്ബുൽ ആലമീനടുത്ത് ഞാൻ അയാളെ സംബന്ധിച്ച് അയാളെ സംബന്ധിച്ച് ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുന്നതാണ്. ഹദ്റത്ത് അലിയുടെ മരണം സമീപസ്ഥമായപ്പോൾ അദ്ദേഹം വസീയത്ത് ചെയ്തു. അദ്ദേഹത്തിന്റെ വസീയത്ത് പ്രകാരമാകുന്നു, ബിസ്മില്ലാ റഹ്മാൻ റഹീം, ഇത് അലി ബിൻ അബി താലിബിന് വസീയത്താകുന്നു. അലി വസീയത്ത് ചെയ്യുന്നു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല. അവൻ ഏകനാകുന്നു, അവന് പങ്കുകാരാരുമില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ ദാസനും ദൂതനുമാകുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല. അവൻ ഏകനാകുന്നു, അവന് യാതൊരു പങ്കുകാരുമില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ ദാസനും ദൂതനുമാകുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സന്മാർഗ സത്യദീനുമായിട്ടാണ് നിയോഗിച്ചിട്ടുള്ളത്. എല്ലാ പ്രത്യയശാസ്ത്രങ്ങൾക്ക് മേൽ ആ ദീനിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ബൗദ്ധ വിശ്വാസികൾ വെറുത്താലും ശരി, തീർച്ചയായും എന്റെ നമസ്കാരവും എന്റെ ത്യാഗങ്ങളും എന്റെ ജീവിതവും എന്റെ മരണവുമെല്ലാം റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് വേണ്ടിയാകുന്നു. അവന് യാതൊരു പങ്കുകാരുമില്ല. എനിക്ക് ഈ ഒരു കാര്യമാണ് കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നത്. ഞാൻ അൻസാരികളിൽപ്പെട്ടവനാകുന്നു. അതിനുശേഷം ഹസൻ തന്റെ മകനെ സംബോധിച്ചത് കൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നോടും എല്ലാ മക്കളോടും എല്ലാ കുടുംബക്കാരോടും അള്ളാഹുവിനെ ഭയപ്പെട്ട് കഴിയുന്നതിനെ കുറിച്ച് വസീത്ത് ചെയ്യുകയാണ്. അവൻ നിങ്ങളുടെ പരിപാലകനാകുന്നു. നിങ്ങൾ ഇസ്ലാമിന്റെ അവസ്ഥയിൽ തന്നെ ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞു പോകേണ്ടതാണ്. നിങ്ങളെല്ലാവരും ഒന്നിച്ച് അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക, പരസ്പരം ഭിന്നിക്കരുത്. കാരണം ഞാൻ അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കേട്ടിരിക്കുന്നു, പരസ്പര ബന്ധങ്ങൾ നന്നാക്കാൻ ശ്രമിക്കുന്നത് നോമ്പ് എടുക്കുന്നതിനും നഫൽ നമസ്കരിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാകുന്നു. ഇത് വളരെ പ്രധാന സംഗതിയാണ്, എല്ലാവരും ഓർമ്മ വെക്കേണ്ടതാണ്. പരസ്പര ബന്ധങ്ങളെ നല്ല രീതിയിൽ നിലനിർത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ നോമ്പെടുക്കുന്നതിന് നഫൽ നമസ്കരിക്കുന്ന ഉത്തമമാകുന്നു. രഞ്ജിപ്പിൽ കഴിയുന്നതും പരസ്പരം നന്മയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നതും അതിനുവേണ്ടി ചെയ്യുന്നതെല്ലാം തന്നെ വലിയ നന്മയാകുന്നു. നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്, അവരുമായി നല്ല രീതിയിൽ വർത്തിക്കേണ്ടതാണ്. അള്ളാഹു നിങ്ങളുടെ കണക്ക് എളുപ്പമുള്ളതാകട്ടെ. അനാഥരെ സംബന്ധിച്ചും അള്ളാഹുവിന് ഭയപ്പെടുക. അവരെ നിങ്ങളോട് സഹായം ചോദിക്കാൻ നിർബന്ധിക്കരുത്. അവൻ നിങ്ങൾക്ക് മുന്നിൽ നഷ്ടപ്പെടാനും അനുവദിക്കരുത്. അയൽവാസികളെ സംബന്ധിച്ചും അള്ളാഹുവിന് ഭയപ്പെടുക. കാരണം നിങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ സംബന്ധിച്ച്. അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും അയൽവാസികളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് വസീയത്ത് ചെയ്തിരുന്നു. എത്രത്തോളം എന്നാൽ അയൽവാസികളെയും അനന്തരാവകാശത്തിൽ ഉൾപ്പെടുത്തുമോ എന്ന് ഞങ്ങൾ ശങ്കിച്ചു പോയി. വിശുദ്ധൂരാന്റെ കാര്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുക. വിശുദ്ധൂരാന്റെ കാര്യത്തിൽ മറ്റാരും തന്നെ നിങ്ങൾ മുൻകടന്നു പോകാൻ ഇടവരാതിരിക്കട്ടെ. നമസ്കാരത്തിന്റെ കാര്യത്തിലും അള്ളാഹുവിനെ ഭയപ്പെടുക. കാരണം ഇത് നിങ്ങളുടെ ദീനിന്റെ സ്തംഭമാകുന്നു. അള്ളാഹുവിന്റെ ഭവനത്തെ സംബന്ധിച്ചും അള്ളാഹുവിനെ ഭയപ്പെടുക. ജീവിതത്തിൽ മുഴുവനുമായി അതിനെ ഒഴിവാക്കരുത്. കാരണം അത് ശൂന്യമായാൽ പിന്നീട് അതുപോലുള്ള ഒരു വീട് നിങ്ങൾക്ക് ലഭ്യമാകുന്നതല്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിൽ അള്ളാഹുവിനെ ഭയപ്പെടുക. നിങ്ങളുടെ ജീവനും സമ്പത്തും കൊണ്ട് ജിഹാദ് ചെയ്യുക. സക്കാത്തിനെ സംബന്ധിച്ചും അള്ളാഹുവിനെ ഭയപ്പെടുക. കാരണം ഇത് അള്ളാഹുവിന്റെ കോപത്തെ ഇല്ലാതാക്കുന്നു. നിങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ചും അള്ളാഹുവിനെ ഭയപ്പെടുക. നിങ്ങൾക്കിടയിൽ ആരോടും അക്രമം ചെയ്യരുത്. റസൂൽ തിരുമേനി സഹാബാക്കളെ സംബന്ധിച്ചും അള്ളാഹുവിനെ ഭയപ്പെടുക. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ച് വസീയത്ത് ചെയ്തിട്ടുണ്ട്. ദരിദ്രരെയും അഗതികളെയും സംബന്ധിച്ചും അള്ളാഹുവിനെ ഭയപ്പെടുക. അവരെയും തങ്ങളുടെ ജീവിത വിഭാഗങ്ങളിൽ ഭാഗവാക്കാക്കുക. നിങ്ങളുടെ വലം കൈ ഉടമപ്പെട്ടവരെ സംബന്ധിച്ച് അള്ളാഹുവിനെ ഭയപ്പെടുക. അതായത് നിങ്ങൾക്ക് മേൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ആളുകളെ സംബന്ധിച്ച് അവരുടെ കാര്യങ്ങളെ സംബന്ധിച്ചും നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതാണ്. നമസ്കാരം സംരക്ഷിക്കുക പറയുന്നു. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ഏതെങ്കിലും ആക്ഷേപകന്റെ ആക്ഷേപത്തെ ഭയപ്പെട്ടു പോകരുത്.
അള്ളാഹുവിന്റെ പ്രീതിയായിരിക്കണം എപ്പോഴും മുന്നിൽ ഉണ്ടാകേണ്ടത്. വളരെ പ്രധാനപ്പെട്ട സംഗതിയാകുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് മതിയായവനാണ്. നിങ്ങൾക്കെതിരിൽ കലാപം ഉണ്ടാക്കുന്നവരിലും അള്ളാഹു മതിയായവൻ ആകുന്നതാണ്. ജനങ്ങളുടെ നന്മ പറയുക. അള്ളാഹു ഉപദേശിച്ചതുപോലെ നന്മ ഉപദേശിക്കുന്നതും തിന്മ വിലക്കുന്നതും ഒഴിവാക്കരുത്. അല്ലാത്ത പക്ഷം നിങ്ങൾ ഏറ്റവും മോശക്കാരായി നിങ്ങൾ അധികാരസ്ഥന്മാരാകുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാകുന്നു. നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യേണ്ടതാണ്. നന്മകളെ സംബന്ധിച്ച് പറയുകയും തിന്മകളെ വിലക്കുകയും ചെയ്യുക. അത് എപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയും വേണം. അതൊരിക്കലും തന്നെ ഒഴിവാക്കരുത്. നിങ്ങളിൽ ഏറ്റവും മോശക്കാരായ ആളുകൾ നിങ്ങളെ അധികാരസ്ഥരായി വരുന്നതാണ്. പിന്നെ നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ ദുആ സ്വീകരിക്കപ്പെടുന്നതല്ല. ഇന്ന് മുസ്ലിം രാജ്യങ്ങളുടെ അവസ്ഥ നോക്കുക. നിങ്ങൾ പരസ്പര ബന്ധം നിലനിർത്തുക. ഭിന്നിപ്പില്ലാതെ പരസ്പരം ഉപകാരപ്പെടേണ്ടതാണ്. ഓർക്കുക, നിങ്ങൾ ഒരിക്കലും തന്നെ പരസ്പര ശത്രുക്കൾ വളർത്തരുത്. ബന്ധങ്ങൾ വിച്ഛേദിക്കുകയും അരുത്. ഭിന്നിപ്പിലാകരുത്. നന്മയുടെയും ദൈവത്തിന്റെയും കാര്യത്തിൽ പരസ്പരം സഹകരിക്കുക. തിന്മയിലും വെറുപ്പിലും പരസ്പരം സഹകരിക്കരുത്. അള്ളാഹുവിനോടുള്ള ഭയഭക്തി സ്വായത്തമാക്കുക. തീർച്ചയായും അള്ളാഹു വളരെ ശക്തമായി ശിക്ഷിക്കുന്നവനാകുന്നു. അല്ലയോ അഹ്ലെ ബൈത്ത്, ആദരണീയരായ വ്യക്തികളെ, അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. നിങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. അതായത് നിങ്ങളുടെ നല്ല മാതൃകകൾ മുഖേന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു വാക്കുകൾ പറയുകയാണെങ്കിൽ ഇന്നും ജീവിച്ചിരിക്കും മാറാകട്ടെ. ഞാൻ നിങ്ങളെ അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ ഏൽപ്പിക്കുന്നു. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് മേൽ ആശംസിക്കുന്നു. അബൂ സിനാൻ വിവരിക്കുന്നു, ഹദ്റത്ത് അലി പരിക്കേറ്റിരിക്കുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി പോയതാണ്. നിവേദകൻ പറയുന്നു, ഞാൻ പറഞ്ഞു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, താങ്കളുടെ പരിക്കേറ്റ അവസ്ഥ കാരണം ഞങ്ങൾക്ക് വളരെ അസ്വസ്ഥതയുണ്ട്. ഹദ്റത്ത് അലി പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, എനിക്ക് എന്നെ സംബന്ധിച്ച് ഒരു അസ്വസ്ഥതയും തോന്നുന്നില്ല. സത്യവാനും സത്യപ്പെടുത്തുന്നവനുമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിരിക്കുന്നു, നിനക്ക് ഇന്ന സ്ഥലങ്ങളിൽ പരിക്കേൽക്കുന്നതാണ്. അങ്ങനെ അദ്ദേഹം തന്റെ ചെവിയുടെ ഭാഗം ചൂണ്ടിക്കെടുത്തുകൊണ്ട് പറഞ്ഞു, ഇവിടെ നിന്ന് രക്തം വരുന്നതാണ്. എത്രത്തോളം എന്നാൽ നിന്റെ താടി രക്തമംഗലമാകുന്നതാണ്. അങ്ങനെ ഈ ഉമ്മത്തിലെ ഏറ്റവും ദുർഭകനായ വ്യക്തിയായിരിക്കും. അതായത് ഒട്ടകത്തിന് പിൻകാൽ വെട്ടിയ സമൂഹത്തിലെ ഏറ്റവും വലിയ ദുർഭകനായിരുന്നത് പോലെ. ഒരു നിവേദനത്തിൽ പറയുന്നു, ഹദ്റത്ത് അലി തന്റെ ഘാതകൻ ഇബ്നു മുൽജിമിനെ സംബന്ധിച്ച് പറയുന്നു, അയാൾ ഒരു ഭാഗത്തിരുത്തുക. ഞാൻ മരണപ്പെടുകയാണെങ്കിൽ അയാളെ വധിക്കേണ്ടതാണ്. പക്ഷെ ശരീരം അയാളുടെ വികൃതമാക്കരുത്. ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ സ്വയം തന്നെ അയാൾക്ക് മാപ്പ് കൊടുക്കുകയോ പകരം ചോദിക്കുകയോ ചെയ്യുന്നതിനുള്ള തീരുമാനമെടുക്കുന്നതാണ്. ഹദ്റത്ത് മുസ്ലിം മൗദ് സംബന്ധിച്ച് അനുസ്മരിച്ചുകൊണ്ട് പറയുന്നു, ചരിത്രത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹദ്റത്ത് അലിയെ ഒരാൾ കഠാര കൊണ്ട് ആക്രമിച്ചു. അദ്ദേഹത്തിന് വയർ പിളർന്നു. അയാൾ പിടിക്കപ്പെട്ടു. ഏതായിരുന്നാലും ഇവിടെ അദ്ദേഹം വയർ പിളർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. തലയിലും പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ വയറിലും ആക്രമിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയതായിരിക്കാം. അതും അല്ലെങ്കിൽ എഴുതുന്ന ശൈലി അനുസരിച്ച് പറഞ്ഞതായിരിക്കാം. ഏതായിരുന്നാലും അധിക നിവേദനങ്ങളും തലയിലെ പരിക്കെ സംബന്ധിച്ചാണ് പറയുന്നത്. ഘാതകൻ പിടിക്കപ്പെട്ടു. സഹാബാക്കൾ തലിയോട് ചോദിച്ചു, ഞങ്ങൾ ഇയാളോട് എങ്ങനെയാണ് വർത്തിക്കേണ്ടത്? അദ്ദേഹം ഹദ്റത്ത് ഇമാം ഹസനെ വിളിച്ചുകൊണ്ട് വസീയത്ത് എഴുതിപ്പിച്ചു, അതായത് ഞാൻ മരണപ്പെടുകയാണെങ്കിൽ എന്റെ ജീവന് പകരമായി എന്റെ ജീവൻ എടുക്കേണ്ടതാണ്. അഥവാ ഞാൻ രക്ഷപ്പെടുകയാണെങ്കിൽ അയാളെ വധിക്കാൻ പാടില്ല. അംർ സീമുർ വിവരിക്കുന്നു, ഹദ്റത്ത് അലിയെ വാളുകൊണ്ട് പരിക്കേൽപ്പിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ സമയത്തിൽ ഹാജരായി. അദ്ദേഹം തന്റെ തല മൂടിയിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, അല്ലയോ അമീർ മുഅ്മിനീൻ, താങ്കൾ പരുക്ക് കാണിച്ചു തന്നാലും. അദ്ദേഹം തന്റെ പരുക്ക് പറ്റിയ ഭാഗത്ത് തുണി മാറ്റി, ചെറിയൊരു പരുക്കാണ് എന്നും കാര്യമായി ഒന്നുമില്ല എന്നാണ് ഞാൻ കരുതി. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളിൽ നിന്ന് ഉടൻ തന്നെ വിട്ടുപോകുന്നവനാകുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ മകൾ ഉമ്മു കുൽസും പർദ്ദയുടെ പിറകിൽ നിന്ന് കരയാൻ തുടങ്ങി. അദ്ദേഹം അവരോട് പറഞ്ഞു, നിശബ്ദയായിരിക്കൂ. ഞാൻ കാണുന്നത് നീ കാണുകയാണെങ്കിൽ നീ ഒരിക്കലും കരയുന്നതല്ല. ഞാൻ പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, താങ്കൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? പറഞ്ഞു, മലക്കുകളുടെയും പ്രവാചകന്മാരുടെയും സംഘങ്ങൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. പറയുന്നു, ഈ കാഴ്ചകൾ ഞാനിതാണ് കാണുന്നത്. പ്രവാചകന്മാരുടെയും മലക്കുകളുടെയും സംഘങ്ങൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലയോ അലി, സന്തോഷവാനായിരിക്കുക. കാരണം നീ പോകുന്ന സ്ഥലം ഏറ്റവും ഉത്തമമായ സ്ഥലമാകുന്നു. നീ നിൽക്കുന്നതിനേക്കാൾ ഉത്തമമായ സ്ഥലമാകുന്നു. ഒരു നിവേദനത്തിൽ പറയുന്നു, തന്റെ വസിയത്ത് പൂർത്തിയാക്കിയപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുന്നു. അതിനുശേഷം അദ്ദേഹം ഒന്നും തന്നെ പറഞ്ഞില്ല. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ മാത്രമേ പിന്നീട് പറഞ്ഞുള്ളൂ. അങ്ങനെ അദ്ദേഹത്തിന്റെ ആത്മാവ് ഇഹ്ലോകവാസം വെടിഞ്ഞു. ഹദ്റത്ത് അലി ബിൻ അബൂ താലിബ് വഫാത്തായപ്പോൾ ഹദ്റത്ത് ഹസൻ ബിൻ അലി മിമ്പറിൽ കയറിക്കൊണ്ട് പറഞ്ഞു, ജനങ്ങളെ, ഇന്നത്തെ രാത്രി വഫാത്തായ വ്യക്തിയെ മുൻകടക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല, ഇനി ആർക്കും കഴിയുന്നതുമല്ല, ആ സ്ഥാനത്തെത്താൻ സാധ്യവുമല്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഏതെങ്കിലും സൈന്യത്തിൽ അയക്കുമ്പോൾ ജിബ്രീൽ വലതു ഭാഗത്തും മികായിൽ ഇടതു ഭാഗത്തും ഉണ്ടാകുമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ കൈകളിൽ വിജയം നൽകാൻ അദ്ദേഹത്തിന് ഒരിക്കലും തിരിച്ചു വരേണ്ടതായി വന്നിട്ടില്ല.
അദ്ദേഹം അനന്തരാവകാശമായി 700 ദിർഹമാണ് ബാക്കിയാക്കിയിട്ടുള്ളത്. ഈ തുക കൊണ്ട് അദ്ദേഹം ഒരു അടിമയെ വാങ്ങുന്നതിനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ റൂഹ് വിട്ടുപോയ രാത്രി തന്നെയാണ് ഈസാ നബിയുടെ റൂഹും വിട്ടുപോയത്. അതായത് റംസാൻ മാസത്തിലെ 27-ാം രാവിൽ. ഒരു നിവേദനത്തിൽ വരുന്നു, ഹദ്റത്ത് അലിയുടെ ഷഹാദത്തിന്റെ തീയതി റംസാൻ മാസത്തിലെ 27-ാം രാവാകുന്നു. ഹിജറ 40. ഹിജറ 40-ാം വർഷം അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് കാലഘട്ടം 4 വർഷവും 8 മാസവുമായിരുന്നു. ഹദ്റത്ത് മുസ്ലിം മൗദ് ഈ സംഭവത്തെ വിവരിച്ചുകൊണ്ട് പറയുന്നു, തബക്കാത്ത് ഇബ്നു സാദിന്റെ 3-ാമത്തെ വാള്യത്തിൽ ഹദ്റത്ത് അലിയുടെ വഫാത്തിന്റെ അവസ്ഥകൾ വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് ഇമാം ഹസൻ നിവേദനം ചെയ്യുന്നുണ്ട്. ജനങ്ങളെ, ഇന്ന് വഫാത്തായ വ്യക്തിയുടെ ചില കാര്യങ്ങളിൽ മുൻകടന്നവരോ ഇനി വരുന്നവരോ ആളുകൾ എത്തിച്ചേരുന്നതല്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ യുദ്ധത്തിന് വേണ്ടി അയക്കുമ്പോൾ ജിബ്രീൽ വലതു ഭാഗത്തും മികായിൽ ഇടതു ഭാഗത്തും ഉണ്ടാകുമായിരുന്നു. അദ്ദേഹം വിജയം വരിക്കാതെ ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല, അതായത് വിജയിക്കാതെ വന്നിട്ടില്ല എന്ന്. അദ്ദേഹം കേവലം 700 ദിർഹം മാത്രമാണ് ബാക്കിയാക്കിയിട്ടുള്ളത്. അദ്ദേഹം അതുകൊണ്ട് ഒരു അടിമയെ വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം മരണപ്പെട്ട അതേ രാത്രി തന്നെയാണ് ഈസയുടെ ആത്മാവ് ഉയർത്തപ്പെട്ടത്. അതായത് റംസാന്റെ 27-ാം രാവിൽ ഹദ്റത്ത് അലിയെ അദ്ദേഹത്തിന്റെ 2 മക്കളും അബ്ദുല്ലാഹ് ബിൻ ജാഫറുമാണ് കുളിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ മകൻ ഹസൻ ജനാസ നമസ്കരിപ്പിച്ചു. ജനാസയിൽ 4 തക്ബീറുകളാണ് ചൊല്ലിയത്. അദ്ദേഹത്തെ 3 തുണികളിലാണ് പൊതിഞ്ഞത്. അതിൽ കമീസ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ പുലർച്ചെയാണ് മറവടക്കിയത്. ഹദ്റത്ത് അലിയുടെ അടുക്കൽ റസൂലുള്ളാഹി പരിശുദ്ധ ശരീരത്തിൽ തേച്ചിരുന്ന കസ്തൂരിയിൽ നിന്നുള്ള കുറച്ചു ഭാഗം തബറുക്ക് എന്ന രീതിയിൽ ഉണ്ടായിരുന്നു. ഹദ്റത്ത് അലി വസിയത്ത് ചെയ്തിരുന്നത് ആ കസ്തൂരി അദ്ദേഹത്തിന്റെ മയ്യത്തിൽ പുരട്ടണമെന്നാണ്. അദ്ദേഹത്തിന്റെ പ്രായത്തെ സംബന്ധിച്ച അഭിപ്രായത്തിൽ ഭിന്നതയുണ്ട്. ചിലർ പറയുന്നു 57 വയസ്സായിരുന്നു, ചിലർ പറയുന്നു 58 ആയിരുന്നു, ചിലർ 65 എന്ന് പറയുന്നു, മറ്റു ചിലർ 63 എന്നാണ് പറയുന്നത്. ഏതായിരുന്നാലും ഭൂരിപക്ഷത്തിന്റെ വീക്ഷണത്തിൽ 63 ആണ് കൂടുതൽ ശരി. ഹദ്റത്ത് അലിയുടെ ഖബർ എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച് പ്രശ്നം ഉദിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ വ്യത്യസ്ത നിവേദനങ്ങളിൽ കാണപ്പെടുന്നു. അത് ഇപ്രകാരമാകുന്നു: ഹദ്റത്ത് അലി രാത്രി സമയത്ത് കൂഫയിൽ ഖബറടക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ ഖബറടക്കം രഹസ്യമാക്കി വെച്ചിരുന്നു. കൂഫയിലെ ജമാ മസ്ജിദിൽ ആണ് അദ്ദേഹത്തെ ഖബറടക്കിയത്. ഹദ്റത്ത് ഇമാം ഹസനും ഇമാം ഹുസൈനും ഹദ്റത്ത് അലിയുടെ മൃതദേഹം മദീനയിലേക്ക് മാറ്റിയിരുന്നു. ഹദ്റത്ത് ഫാത്തിമയുടെ ഖബറിനടുത്ത് ബക്കയിലാണ് ഖബർ അടക്കുകയുണ്ടായത്. ഒരു നിവേദനം അനുസരിച്ച് അവർ രണ്ടുപേരും ഹദ്റത്ത് അലിയുടെ മൃതദേഹം ഒരു പെട്ടിയിൽ അടക്കി ഒട്ടകപ്പുറത്ത് കൊണ്ടുവരികയായിരുന്നു. അതിനിടയ്ക്ക് ഒട്ടകത്തെ കാണാതായി. ആ ഒട്ടകത്തെ തൈ ഗോത്രക്കാർ പിടികൂടുകയും ആ പെട്ടിയിൽ സമ്പത്ത് എന്തെങ്കിലും ആയിരിക്കുമെന്നും കരുതി. അങ്ങനെ നോക്കിയപ്പോൾ അതിൽ മൃതദേഹമായിരുന്നു. അതിൽ ആരാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആ മൃതദേഹത്തോടൊപ്പം ആ പെട്ടി ഉപേക്ഷിച്ചു. അങ്ങനെ ആർക്കും തന്നെ ഹദ്റത്ത് അലിയുടെ ഖബർ എവിടെയാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മറ്റൊരു നിവേദനത്തിൽ ഹദ്റത്ത് ഹസൻ ഹദ്റത്ത് അലിയെ കൂഫയിലെ ജാദ ബിൻ ജുബൈറുടെ കുടുംബത്തിലെ ഏതോ മുറിയിലാണ് ഖബർ അടക്കിയത്. ജാദ ഹദ്റത്ത് അലിയുടെ ദൗഹിത്രനാണ് എന്ന് പറയപ്പെടുന്നു. ഇമാം ജാഫർ സാദിഖ് പറയുന്നു, ഹദ്റത്ത് അലിയുടെ ജനാസ രാത്രി സമയത്താണ് നമസ്കരിപ്പിച്ചത്. കൂഫയിൽ അദ്ദേഹത്തെ ഖബറടക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഖബറിന്റെ സ്ഥാനം രഹസ്യമാക്കി വെച്ചു. ഏതായിരുന്നാലും കസറെ ഇമാരത്തിന്റെ അടുത്തായിരുന്നു. ഹദ്റത്ത് അലിയുടെ വഫാത്തിന് ശേഷം ഹദ്റത്ത് ഇമാം ഹസൻ ഹദ്റത്ത് അലിയുടെ ജനാസ നമസ്കരിക്കുകയും കൂഫയുടെ പുറത്ത് ഖബറടക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഖബർ രഹസ്യമാക്കി വെച്ചു. കാരണം ഖവാരിജും മറ്റും അദ്ദേഹത്തെയും ഖബറിനെയും അലങ്കോലപ്പെടുത്തിയാലോ എന്ന് കരുതിയാണ് ഇങ്ങനെ ചെയ്തത്. ചില ഷിയാക്കൾ പറയുന്നു ഹദ്റത്ത് അലിയുടെ ഖബർ നജസിലാണ്. ചില ഷിയാക്കൾ പറയുന്നു ഹദ്റത്ത് അലിയുടെ ഖബർ നജഫിലാണുള്ളത്. ഈ സ്ഥലം ഇന്ന് മുഷഹദുൽ നജഫ് എന്ന് അറിയപ്പെടുന്നു. മറ്റു നിവേദനത്തിൽ പറയുന്നത് ഹദ്റത്ത് അലി കൂഫയിൽ ഷഹീദാക്കപ്പെട്ടു. എന്നാൽ ഖബറിനെ സംബന്ധിച്ച് യാതൊരു അറിവുമില്ല. ഹദ്റത്ത് അലിയുടെ വഫാത്തിന് ശേഷം ഹദ്റത്ത് ഇമാം ഹസൻ ഹദ്റത്ത് അലിയുടെ ജനാസ നമസ്കരിപ്പിച്ചു. കൂഫയിൽ ദാറുൽ ഇമാർ, അതായത് തലസ്ഥാനത്ത് ഹദ്റത്ത് അലിയുടെ ഖബർ അടക്കുകയും ഖവാരിജികൾ അദ്ദേഹത്തിന്റെ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചെങ്കിലോ എന്ന് കരുതി കൂഫയിലെ ദാറുൽ ഇമാർ അഥവാ തലസ്ഥാനത്ത് തന്നെ ഹദ്റത്ത് അലിയെ മറവെടുക്കുകയുമാണ് ഉണ്ടായത്. വളരെ സുപ്രസിദ്ധമായ ഒരു നിവേദനമുണ്ട്. അല്ലാമ ഇബ്നു അസീർ എഴുതുന്നു, അദ്ദേഹത്തെ 4 മൃഗങ്ങൾക്ക് മേലാണ് വെച്ചത്. അതുകൊണ്ട് അവ പോവുകയുണ്ടായി. പക്ഷേ ആ മൃഗം എവിടേക്കാണ് പോയത് എന്നതിനെ സംബന്ധിച്ച് അറിയാൻ കഴിയുന്നില്ല. പക്ഷേ ഇത് ശരിയായ കാര്യമല്ല. അയാൾ ഈ കാര്യത്തിൽ അനാവശ്യമായ ഔപചാരികതയാണ് കാണിച്ചത്. അതിനെ സംബന്ധിച്ച് ആർക്കിയില്ല എന്നും വളരെ സുപ്രസിദ്ധമായ നിവേദനമുണ്ട്. അല്ലാമ ഇബ്നു അസീർ എഴുതുന്നു, അദ്ദേഹത്തെ മൃഗങ്ങൾക്ക് മേലാണ് വെച്ചത്, അതെവിടേക്കാണ് കൊണ്ടുപോയത് അറിയാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഈ ആൾ ഇക്കാര്യത്തിൽ വളരെ തെറ്റായ രീതിയിലാണ് പറയുന്നത്.
മാത്രമല്ല അയാൾക്ക് അതിനെ സംബന്ധിച്ച് അറിവില്ല, ബുദ്ധിയും അത് അംഗീകരിക്കുന്നില്ല, ശരീരത്തിലും അതിന് യാതൊരു തരത്തിലുള്ള ഇടവുമില്ല. റഫാഫിസ് എന്നറിയപ്പെടുന്ന ബുദ്ധിശൂന്യരായ ആളുകൾ വിശ്വസിച്ചു വെച്ചിരിക്കുന്നത് ഹസ്രത്ത് അലിയുടെ ഖബർ മഷ്ഹദുൻ നജഫിലാണുള്ളത് എന്നാണ്. അതിനും യാതൊരു തെളിവുമില്ല, അതിന് യാതൊരു യാഥാർത്ഥ്യവുമില്ല. മറിച്ച് പറയപ്പെടുന്നത് അവിടെ ഹസ്രത്ത് മുഗീറ ബിൻ ഷഅബയുടെ ഖബറാണെന്നാണ്. ഇബ്നു തൈമിയ പറയുന്നു, നജഫിൽ മഷ്ഹദ് എന്ന പേരിൽ ഒരു സ്ഥലമുണ്ട്. എല്ലാ അറിവുള്ളവരും അംഗീകരിക്കുകയും ചെയ്യുന്നു. അത് ഹസ്രത്ത് അലിയുടെ ഖബറിന്റെ സ്ഥലമല്ല, മറിച്ച് ഹസ്രത്ത് മുഗീറ ബിൻ ഷഅബയുടെ ഖബറാകുന്നു. അഹ്ലെ ബൈത്തിൽപ്പെട്ട ഷിയാക്കളും അതുപോലെ തന്നെ മുസ്ലിങ്ങളും കൂഫയിൽ ഭരണവും 300 വർഷങ്ങൾക്ക് അധികമായി അവിടെ കഴിഞ്ഞുകൂടിയതിനു ശേഷവും ഒരിക്കലും തന്നെ ഇത് അലിയുടെ ഖബറാണെന്ന് പറഞ്ഞിട്ടില്ല. ഹസ്രത്ത് അലിയുടെ ഷഹാദത്തിന് 300 വർഷങ്ങൾക്ക് ശേഷം ഈ സ്ഥലത്തെ അലിയുടെ ഷഹാദത്തിന്റെ സ്ഥലം എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ നിവേദനം തികച്ചും തെറ്റാകുന്നു. ഈ ഖബർ അലിയുടേതാണെന്ന് പറയുന്നത് ശരിയല്ല. മാത്രമല്ല അല്ലാമ ഇബ്നു ജൗസി തന്റെ ചരിത്രത്തിൽ എഴുതുന്നു, ഹസ്രത്ത് അലിയുടെ ഖബറിനെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത് എഴുതിയതിനു ശേഷം എഴുതുന്നു, വല്ലാഹു അലമു അയ്യുൽ അഖ്വാലി അസുഹു, അള്ളാഹുവിനാണ് നന്നായി അറിയുക ഏതാണ് ശരിയായ കാര്യം, എത്രത്തോളം ശരിയാണ് എന്ന്. ഹസ്രത്ത് അലിയുടെ വിവാഹങ്ങളെ സംബന്ധിച്ചും മക്കളെ സംബന്ധിച്ചുമുള്ള നിവേദനങ്ങൾ കാണപ്പെടുന്നു. ഹസ്രത്ത് അലി വ്യത്യസ്ത സമയങ്ങളിലായി 8 വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട്. അവരുടെ പേര് ഇപ്രകാരമാകുന്നു: ഫാത്തിമ ബിൻത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖൗല ബിൻത്ത് ജാഫർ ബിൻ ഖൈസ്, ലൈല ബിൻത്ത് മസൂദ് ബിൻ ഖാലിദ്, ഉമ്മുൽ ബനീൻ ബിൻത്ത് ഹസാം ബിൻ ഖാലിദ്, ആസ്മ ബിൻത്ത് ഉമൈസ്, സഹബ ബിൻത്ത് ഉമ്മ ഹബീബ് ബിൻത്ത് റബിയ, അമാമ ബിൻത്ത് അബുൽ ആസ് ബിൻ റബി. ഇത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മകൾ ഹസ്രത്ത് സൈനബയുടെ മകളും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദൗഹിത്രിയുമാകുന്നു. ഉമ്മ സയ്യിദ് ബിൻത്ത് ഉർവ ബിൻ മസൂദ് സഖഫി. ഇവരിൽ നിന്ന് അദ്ദേഹത്തിന് ഒരുപാട് മക്കൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ എണ്ണത്തെ സംബന്ധിച്ച് പറയുന്നത് 30-ലധികമാണെന്ന് പറയപ്പെടുന്നു. 14 ആൺകുട്ടികളും 19 പെൺകുട്ടികളും. അദ്ദേഹത്തിന്റെ മക്കൾ ഹസ്രത്ത് ഹസൻ, ഹുസൈൻ, മുഹമ്മദ് ബിൻ ഹൻഫിയ, അബ്ബാസ് ബിൻ കിലാബിയ, അമർ ബിൻ തഗലിബിയ എന്നിവരിൽ നിന്നാണ് തുടർന്നു വന്നത്. ഹസ്രത്ത് അലിയുടെ മഹാത്മ്യവും മേന്മകളും അതുപോലെ തന്നെ ഉന്നത സ്ഥാനങ്ങളെയും സംബന്ധിച്ച് രേഖകളിൽ കാണപ്പെടുന്നു. ഹസ്രത്ത് ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന മദീനത്തുൽ ഇൽമി വാലിയും ബാബുഹ വമൻ അറാദൽ മദീനത്ത ഫയത്തിൽ ബാബ. ഞാൻ വിജ്ഞാനത്തിന്റെ നഗരമാകുന്നു, അലി അതിന്റെ കവാടമാകുന്നു. ഈ നഗരത്തിൽ കടക്കുന്നവർ ഈ കവാടത്തിൽ വരേണ്ടതാണ്. ഹസ്രത്ത് മുസ്ലിമോ പറയുന്നു, ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, സഹാബാക്കളിൽ ഏറ്റവും കൂടുതൽ യോദ്ധാവും ധീരനും ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ബദർ യുദ്ധത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി വേറെ തന്നെ ഒരു മട്ടുപ്പാവ് ഉണ്ടാക്കിയിരുന്നു. ആ സമയത്ത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സംരക്ഷണം ആരെയാണ് ഏൽപ്പിക്കുക എന്നതിനെ സംബന്ധിച്ച് ചർച്ചയുണ്ടായി. അപ്പോൾ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഊരിയ വാളും പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു. അങ്ങനെ വളരെ ദുർഘടകരമായ അവസ്ഥയിൽ വളരെ ധൈര്യപൂർവം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്തം നിറവേറ്റുകയുണ്ടായി. അതുപോലെ ഹദീസുകളിൽ പറയുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അന മദീനത്തുൽ ഇൽമി വാലിയുൻ ബാബുഹ, അതായത് ഞാൻ വിജ്ഞാനത്തിന്റെ നഗരമാകുന്നു, അലി അതിന്റെ കവാടമാകുന്നു. ചുരുക്കത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയെ ഉലമാക്കളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഖൈബർ യുദ്ധത്തിൽ വളരെ സങ്കീർണമായ അവസ്ഥയിൽ ഇസ്ലാമിന്റെ പതാക റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കൈകളിലാണ് നൽകിയത്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമയത്ത് ഉലമാക്കൾ ധൈര്യം ഇല്ലാത്തവരല്ലായിരുന്നു എന്നാണ്. മറിച്ച് എല്ലാവരും വലിയ യോദ്ധാക്കളായിരുന്നു. അദ്ദേഹത്തിന്റെ ധൈര്യത്തെ സംബന്ധിച്ചാണ് ഈ സംഭവം എടുത്ത് പറയുകയും ചെയ്യുന്നത്. ഹസ്രത്ത് അലി വിവരിക്കുന്നു, ഒരു സമയമുണ്ടായിരുന്നു, അന്ന് ഞാൻ എൻ്റെ വയറിൽ വിശപ്പ് കാരണം കല്ല് കെട്ടിവെക്കുമായിരുന്നു. ഇന്ന് എൻ്റെ സദക്ക, അതായത് സക്കാത്ത് 4000 ദീനാർ വരെ എത്തിയിരിക്കുന്നു. ഒരു നിവേദനത്തിൽ 40,000 ദീനാർ എന്നും വന്നിട്ടുണ്ട്. അബൂ ബഹറ തന്റെ ഉസ്താദിൽ നിന്ന് നിവേദനം ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ ഹസ്രത്ത് അലി വളരെ കട്ടിയുള്ള വസ്ത്രം ധരിക്കുന്നതായിട്ടാണ് കണ്ടത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇത് 5 ദിർഹമിനാണ് വാങ്ങിയത്. എനിക്ക് ഇതിന് ഒരു ദിർഹം
അധികം നൽകുകയാണെങ്കിൽ അയാൾക്ക് ഞാനിത് വിൽക്കുന്നതാണ്. നിവേദകൻ പറയുന്നു, ഞാൻ അലിയുടെ പക്കൽ ഏതാനും ദിർഹമുള്ള സഞ്ചി കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഇത് യംബു സ്വത്തിൽ നിന്ന് നമുക്ക് ലാഭമായി കിട്ടിയതാണ്. യംബു മദീനയിൽ നിന്ന് 7 കാതം ദൂരെയുള്ള സമുദ്രത്തിനോട് അടുത്തുള്ള സ്ഥലമാകുന്നു. അദ്ദേഹത്തിന്റെ മോതിരത്തിൽ അള്ളാഹുൽ മലിക്കു എന്ന് മുദ്രണം ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് അള്ളാഹുവാണ് രാജാവ്. ജുമേ ബിൻ ഉമേർ നിവേദനം ചെയ്യുന്നു, ഞാൻ ഹദ്റത്ത് ആയിഷയുടെ അടുത്ത് തന്റെ മാതൃ സഹോദരിയോടൊപ്പം വന്നു. ഞാൻ ചോദിച്ചു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെയായിരുന്നു? ഹദ്റത്ത് ആയിഷ പറഞ്ഞു, ഫാത്തിമ. പുരുഷന്മാരിൽ നിന്നോ? അവർ പറഞ്ഞു, അവരുടെ ഭർത്താവ് ഹദ്റത്ത് അലി. ഹദ്റത്ത് സാലബ ബിൻ അബു മാലിക് നിവേദനം ചെയ്യുന്നു, ഹദ്റത്ത് സഅദ് ബിൻ ഉബാദ എല്ലാ യുദ്ധ മൈതാനത്ത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതാകവാഹകനായിരുന്നു. യുദ്ധം ആകുമ്പോൾ ഹദ്റത്ത് അലി ബിൻ അബു താലിബ് കൊടി ഏറ്റെടുക്കുമായിരുന്നു. സഖീഫിലെ ഒരാൾ വിവരിക്കുന്നു, ഹദ്റത്ത് അലി എന്നെ സാബൂർ എന്ന സ്ഥലത്തുള്ള കൈകാര്യകർത്താവായി നിയമിച്ചു. ഈ സാബൂർ എന്ന് പറയപ്പെടുന്നത് ഫാരിസിൽ നിന്നുള്ള ഒരു സ്ഥലമാകുന്നു. ഇത് ഷിറാസിൽ നിന്ന് ഏകദേശം 100 മൈൽ ദൂരെയാകുന്നു. പറയുന്നു, ഒരു ദിർഹം ടാക്സിന് വേണ്ടി ആരെയും മർദ്ദിക്കരുത്. ജനങ്ങളുടെ ഉപജീവനത്തിന് പിന്നാലെ കൂടുകയും അരുത്. ചൂട് കാലാവസ്ഥയിലും തണുപ്പ് കാലാവസ്ഥയിലും അവരുടെ വസ്ത്രങ്ങൾക്ക് പിന്നാലെയും കൂടരുത്. അതായത് അവരുടെ വസ്ത്രം പോലും ഇല്ലാതാകുന്ന രീതിയിൽ അവരിൽ നിന്ന് ടാക്സ് വാങ്ങിപ്പോകരുത്. അവർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മൃഗങ്ങളെ അവരിൽ നിന്ന് ആവശ്യപ്പെടുകയും ചെയ്യരുത്. ഒരു ദിർഹം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരാളെയും കാത്തു നിൽക്കുന്നതിന് നിങ്ങൾ ഇടവരുത്തരുത്. അതായത് ടാക്സ് എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ അയാൾക്ക്, അല്ലെങ്കിൽ ജിസിയ വാങ്ങുകയാണെങ്കിൽ അയാൾക്ക് വേണ്ടി ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കി അയാൾക്ക് ഭാരമുണ്ടാക്കരുത്. ഞാൻ പറഞ്ഞു, യാ അമീർ മുഅ്മിനീൻ, അങ്ങനെയാണെങ്കിൽ ഞാൻ പോകുന്ന അതേപോലെ തന്നെ തിരിച്ചു വരുന്നതാണ്, ഒന്നും തന്നെ എനിക്ക് കിട്ടുന്നതല്ല. ഹദ്റത്ത് അലി പറഞ്ഞു, നിങ്ങൾക്ക് നല്ലത് വരട്ടെ, നിങ്ങൾ വെറും കൈയോടെ വന്നാലും ശരി. നമുക്ക് നൽകപ്പെട്ടുള്ള നിർദ്ദേശം ജനങ്ങളുടെ സമ്പത്തിൽ അവരുടെ ആവശ്യത്തിൽ അധികമുള്ളത് വാങ്ങുക എന്നുള്ള കൽപ്പനയാണ് നൽകപ്പെട്ടുള്ളത്. ഹദ്റത്ത് ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അലിയോട് പറഞ്ഞു, നീ എന്റെ സഹോദരനും എന്റെ സുഹൃത്തുമാകുന്നു. അലി ബിൻ റബിയയിൽ നിവേദനം ചെയ്യുന്നു, ഞാൻ ഹദ്റത്ത് അലിയുടെ സവിധത്തിൽ ഹാജരായി. അദ്ദേഹത്തിന് യാത്ര ചെയ്യുന്നതിന് വേണ്ടി ഒരു മൃഗത്തെ കൊണ്ടുവന്നിരുന്നു. അങ്ങനെ അദ്ദേഹം അതിന്റെ ചവിട്ടടിയിൽ കാലുവെച്ചപ്പോൾ 3 പ്രാവശ്യം ബിസ്മില്ല എന്ന് പറഞ്ഞു. അതിന്റെ പുറത്ത് കയറിയിരുന്നപ്പോൾ അൽഹംദുലില്ല എന്ന് പറഞ്ഞു. പിന്നെ സുബ്ഹാനല്ലദി സഖറലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖർനീന വ ഇന്നാ ഇലാ റബ്ബിന ലമുൻകലിബൂൻ. അതായത് നമുക്ക് വേണ്ടി ഇതിനെ അധീനപ്പെടുത്തി തന്നവൻ പരിശുദ്ധനാകുന്നു, നമുക്ക് അതിന് കഴിവുണ്ടായിരുന്നില്ല. തീർച്ചയായും നാം നമ്മുടെ റബ്ബിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടവരാകുന്നു. പിന്നെ അദ്ദേഹം 3 പ്രാവശ്യം അൽഹംദുലില്ലാ എന്നും 3 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്നും പറഞ്ഞു. പിന്നെ ഈ ദുആ ചൊല്ലി, സുബ്ഹാനക ഇന്നി ഖദ് സലംതു നഫ്സി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അതായത് നീ പരിശുദ്ധനാകുന്നു, തീർച്ചയായും ഞാൻ എൻ്റെ ആത്മാവിനുമേൽ അക്രമം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണമേ, കാരണം നീ അല്ലാതെ മറ്റൊരു പൊറുക്കുന്നവനും ആരും തന്നെയില്ല. അതിനുശേഷം അദ്ദേഹം പുഞ്ചിരിച്ചു. നിവേദകൻ പറയുന്നു, ഞാൻ ചോദിച്ചു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, താങ്കൾ എന്തിനാണ് പുഞ്ചിരിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട്, അതായത് ഞാൻ ചെയ്തതുപോലെ. അതിനുശേഷം അദ്ദേഹം പുഞ്ചിരിക്കുകയായിരുന്നു. ഹദ്റത്ത് അലി പറയുന്നു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തുകൊണ്ടാണ് അങ്ങ് പുഞ്ചിരിക്കുന്നത്? അപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും നിന്റെ റബ്ബ് തന്റെ ദാസൻ, എന്റെ നാഥ, നീയല്ലാതെ പൊറുക്കുന്നവൻ എനിക്ക് പുറത്തു തരണമേ, നീയല്ലാതെ പൊറുക്കുന്നവൻ മറ്റാരുമില്ല എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷിക്കുന്നു. അങ്ങനെയാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പുഞ്ചിരിച്ചത്. യഹ്യ ബിൻ യാമിർ നിവേദനം ചെയ്യുന്നു, ഒരിക്കൽ ഹദ്റത്ത് അലി ബിൻ അബൂ താലിബ് പ്രഭാഷണം നടത്തുകയായിരുന്നു. അള്ളാഹുവിനെ പ്രകീർത്തിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ പാപങ്ങൾ ചെയ്ത കാരണത്താലാണ് നശിപ്പിക്കപ്പെട്ടത്. അവരിലെ നന്മയുള്ള ആളുകളും പണ്ഡിതന്മാരും അവരെ അതിൽ നിന്ന് തടയുമായിരുന്നില്ല. അങ്ങനെ അവർ തിന്മകളിൽ അതിർ കടന്നപ്പോൾ അവർക്ക് വിവിധ തരത്തിലുള്ള ശിക്ഷകൾ വന്നെത്തി. അതുകൊണ്ട് നിങ്ങൾ നന്മയെ സംബന്ധിച്ച് ആജ്ഞാപിക്കുകയും തിന്മകളെ വിലക്കുകയും ചെയ്യുക. നിങ്ങൾക്കും അതുപോലുള്ള അതാപുകളും ആപത്തുകളും വരുന്നതിന് മുമ്പേ ഓർക്കുക, നന്മയെ ഉപദേശിക്കുകയും തിന്മയെ വിലക്കുന്നതും
അത് നിങ്ങളുടെ ഉപജീവനത്തെ കുറയ്ക്കുകയോ നിങ്ങളുടെ മരണത്തെ സംയുക്തമാക്കുകയോ ചെയ്യുന്നതല്ല. ഹദരത്ത് ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഒരിക്കൽ ഞങ്ങൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു അൻസാരി സ്ത്രീയുടെ വീട്ടിലായിരുന്നു. അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിന് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി ഭക്ഷണത്തിന് വേണ്ടി വിളിച്ചതായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ അടുക്കൽ ഇപ്പോൾ ഒരു സ്വർഗസ്ഥനായ വ്യക്തി വരുന്നതാണ്. തുടർന്ന് ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു. ഞങ്ങൾ അദ്ദേഹത്തിന് ആശംസകൾ നേർന്നു. പിന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി നിങ്ങളുടെ അടുക്കൽ, അതായത് വീണ്ടും പറഞ്ഞു, ഒരു സ്വർഗസ്ഥനായ വ്യക്തി വരുന്നതാണ്. അപ്പോൾ ഹസരത്ത് ഉമർ ആഗതനായി. ഞങ്ങൾ അദ്ദേഹത്തിന് ആശംസകൾ നേർന്നു. പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ പ്രാവശ്യവും പറഞ്ഞു, നിങ്ങളുടെ അടുക്കൽ ഇപ്പോൾ ഒരു സ്വർഗസ്ഥനായ വ്യക്തി വരുന്നതാണ്. നിവേദകൻ പറയുന്നു, ഞാൻ കാണുന്നത് ആ സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തല ഈന്തപ്പനയുടെ ഒരു ചെറിയ മരത്തിന് ചുവട്ടിലേക്ക് താഴ്ത്തി ഇരിക്കുന്നതാണ്. മാത്രമല്ല ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അള്ളാഹുവേ, നീ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ വരുന്ന ആൾ അലി ആയിരിക്കണമേ. പിന്നീട് ഹദരത്ത് അലി ആഗതനായി. ഞങ്ങൾ അദ്ദേഹത്തിനും ആശംസകൾ നേർന്നു. ഹദരത്ത് അനസ് നിവേദനം ചെയ്യുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗം 3 ആളുകളെ വളരെയധികം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അവർ അലി, അമ്മാർ, സൽമാൻ എന്നിവരാകുന്നു. അബൂ ഉസ്മാൻ നെഹദിയിൽ നിന്ന് നിവേദനം, ഹദരത്ത് അലി പറയുന്നു, ഒരിക്കൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കൈ പിടിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ മദീനയുടെ ഗലിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഒരു തോട്ടത്തിലെത്തി. ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഈ തോട്ടം വളരെ മനോഹരമായിരിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് വേണ്ടി സ്വർഗത്തിൽ ഇതിനേക്കാളും ഭംഗിയുള്ള തോട്ടമുണ്ട്. ഹദരത്ത് അമ്മാർ ബിൻ യാസിർ നിവേദനം ചെയ്യുന്നു, ഞാൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഹദരത്ത് അലിയോട് ഇങ്ങനെ പറയുന്നതായി കേട്ടു, അല്ലയോ അലി, അള്ളാഹു നിനക്ക് ഒരു വലിയ നന്മ നൽകിയിരിക്കുന്നു. അതിനേക്കാളും നല്ല നന്മ അള്ളാഹു തന്റെ ദാസന്മാരിൽ മറ്റാർക്കും നൽകിയിട്ടില്ല. അത് ഈ ലോകത്തോടുള്ള വിരക്തിയാകുന്നു. അള്ളാഹു നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് നീ ഈ ലോകത്തു നിന്നൊന്നും തന്നെ സ്വീകരിക്കുന്നില്ല. മാത്രമല്ല ഈ ഭൗതിക ലോകം നിന്നിൽ നിന്നും ഒന്നും വാങ്ങുന്നില്ല. അതായത് നിനക്ക് ഈ ലോകത്തെ സംബന്ധിച്ചുള്ള ആഗ്രഹവുമില്ല. അതായത് ഭൗതികമായ സാധനങ്ങളെ സംബന്ധിച്ച്, അതായത് ഈ ഭൗതികമായ ലോകത്തെ ആഗ്രഹിക്കുന്നവർ നിന്നോട് ബന്ധപ്പെടാനും ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല നിന്നെ അള്ളാഹു അഗതികളോടുള്ള സ്നേഹം നിനക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നു. അവർ നിന്നെ തങ്ങളുടെ നേതാവാക്കിക്കൊണ്ട് സന്തോഷിക്കുന്നു. നീ അവരെ തന്റെ അനുയായികളാക്കിക്കൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിന്നെ സ്നേഹിക്കുന്നവർക്ക് സന്തോഷ വാർത്തയായിരിക്കട്ടെ. നിന്നെ സംബന്ധിച്ച് സത്യം പറയുകയും ചെയ്യുന്നവർക്ക് നിന്നോട് വെറുപ്പ് പ്രകടിപ്പിക്കുകയും നിന്നെ സംബന്ധിച്ച് കളവ് പറയുകയും ചെയ്യുന്നവർക്ക് നാശമാണ്. നിന്നെ സ്നേഹിക്കുന്നവരും നിന്നെ സംബന്ധിച്ച് സത്യം പറയുന്നവരും അവർ സ്വർഗത്തിൽ നിന്റെ വീടിന്റെ അയൽവാസികളാകുന്നു. നിന്റെ വീട്ടിലെ നിന്റെ സുഹൃത്തുക്കളുമായിരിക്കും. എന്നാൽ നിന്നോട് വിരോധം പ്രകടിപ്പിക്കുകയും നിന്നെ സംബന്ധിച്ച് കളവ് പറയുകയും ചെയ്യുന്നവർ, അള്ളാഹു അവരെ ഖിയാമത്ത് ദിവസത്തിൽ വളരെ കഠിനമായി കളവ് പറയുന്നവരുടെ കൂട്ടത്തിലാണ് എഴുന്നേൽപ്പിക്കുക എന്ന് ഉത്തരവാദിത്വം ഏറ്റിരിക്കുന്നു. ഹദരത്ത് മുസ്ലിം മൗദ് വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ ഞാൻ ഏതൊരവസ്ഥയിലാണ് ഉള്ളത്, അതിൽ ഹദരത്ത് അലിയും ഫാത്തിമയുമുണ്ട്. ഹദരത്ത് അലി അശ്രെ മുബശ്ശിറയിൽ ഉൾപ്പെടുന്നതിനെ സംബന്ധിച്ചുമുള്ള പരാമർശമുണ്ട്. അതായത് ഹദരത്ത് അലി അശ്രെ മുബശ്ശിറ, അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിശുദ്ധ അധരത്തിലൂടെ ഈ ലോകത്ത് വെച്ച് തന്നെ സ്വർഗസ്ഥരാണെന്ന് സന്തോഷ വാർത്ത നൽകിയ 10 ആളുകൾ ആ സൗഭാഗ്യവാന്മാരായ സഹാബാക്കളിൽ ഉൾപ്പെടുന്നു. ഹദരത്ത് സയ്യിദ് ബിൻ സയ്യിദ് നിവേദനം ചെയ്യുന്നു, ഞാൻ 9 പേരെ സംബന്ധിച്ച് സത്യപ്പെടുത്തുകയാണ്, അവർ സ്വർഗസ്ഥരാകുന്നു. ഞാൻ 10ാമനെ സംബന്ധിച്ച് അത് തന്നെയാണ് പറയുന്നത്. അതായത് ഈ 10ാമനെ സംബന്ധിച്ചുള്ള സാക്ഷ്യം നൽകിയാലും ഞാൻ ഒരിക്കലും തന്നെ തെറ്റുകാരനായിരിക്കുന്നതല്ല. ഞങ്ങൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊപ്പം ഹിറാ പർവ്വതത്തിലായിരുന്നു. അത് ഇളകാൻ തുടങ്ങി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറഞ്ഞു, ഹിറാ, നീ ഇളകരുത്. തീർച്ചയായും നിനക്കുമേൽ ഒരു നബിയും സിദ്ദീഖും ഷഹീദുമുണ്ട്. ആര് ചോദിച്ചു, 10 സ്വർഗസ്ഥരായ ആളുകൾ ആരെല്ലാമാണ്? ഹദരത്ത് സയ്യിദ് ബിൻ സയ്യിദ് പറഞ്ഞു, ഒന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, തൽഹ, സുബൈർ, സഅദ്, അബ്ദുറഹ്മാൻ ഔഫ്. ചോദിക്കപ്പെട്ടു, 10ാമത്തെ ആളാണ്? സയ്യിദ് ബിൻ സയ്യിദ് പറഞ്ഞു, അത് ഞാനാകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവമാണ്. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ആത്മാവിനെ നിയന്ത്രിക്കുകയും
ഞാനെന്ന ഭാവം ഇല്ലാതാക്കുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ച് വിവരിച്ചതാണ്. അതുകൊണ്ട് ഇവിടെ ഞാനത് വീണ്ടും വിവരിക്കുകയാണ്. ഹദരത്ത് മസീഹ് ഇസ്ലാം പറയുന്നു, ഹദരത്ത് അലി കറമല്ല വജു ഒരു ശത്രുവുമായി പോരാടുകയായിരുന്നു. അള്ളാഹുവിന് വേണ്ടിയാണ് പോരാടിച്ചിട്ടുണ്ടായിരുന്നത്. അവസാനം അലി അയാളെ നിലത്ത് വീഴ്ത്തുകയും അയാളുടെ നെഞ്ചത്ത് കയറിയിരിക്കുകയും ചെയ്തു. ഉടൻ തന്നെ അയാൾ ഹദരത്ത് അലിയുടെ മുഖത്തേക്ക് തുപ്പി. അപ്പോൾ പെട്ടെന്ന് തന്നെ അദ്ദേഹം അയാളുടെ നെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് മാറി. അയാൾ ഒഴിവാക്കി. കാരണം ഇതുവരെ ഞാൻ നിന്നോട് യുദ്ധം ചെയ്തിരുന്നത് അള്ളാഹുവിന് വേണ്ടിയായിരുന്നു. എന്നാൽ നീ എൻ്റെ മുഖത്തേക്ക് തുപ്പിയപ്പോൾ എൻ്റെ നഫ്സിന്റെ കുറച്ച് ഭാഗവും അതിൽ ഭാഗവാക്കായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ നഫ്സിനു വേണ്ടി നിന്നെ കൊല ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം തന്റെ നഫ്സിനു വേണ്ടി അല്ലെങ്കിൽ തന്റെ നഫ്സിന്റെ എതിരാളിയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇത്തരത്തിലുള്ള പ്രകൃതവും സ്വഭാവവും തങ്ങൾക്കുള്ളിൽ നാം ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. ജമാഅത്തിനെ അദ്ദേഹം ഉപദേശിക്കുകയാണ്. ഭൗതികമായ അത്യാഗ്രഹങ്ങളും ഉദ്ദേശങ്ങൾക്കും വേണ്ടി ആരെങ്കിലും ദുഃഖിപ്പിക്കുകയാണെങ്കിൽ, വെറുപ്പിന്റെ ശൃംഖല വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, അതിനേക്കാളും അധികമായി അള്ളാഹുവിനെ വെറുപ്പിക്കുന്ന മറ്റെന്ത് കാര്യമാണുള്ളത്? പിന്നെ മറ്റൊരു സന്ദർഭത്തിൽ വളരെ വിശദമായി പറഞ്ഞുകൊണ്ട് അതിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് പറയുന്നു, വ്യക്തിപരമായ ആവേശവും ദൈവികമായ ആവേശവും വളരെ വ്യത്യസ്തമായ സംഗതികളാകുന്നു. ഇത് സംബന്ധിച്ച് ഹദരത്ത് അലി അള്ളാഹുവിന്റെ സംഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. പറയുന്നു, ഹദരത്ത് അലി ഒരു കാഫിറായ യോദ്ധാവിനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. വളരെ കൂടെ അയാളെ തന്റെ അധീനതയിൽ വരുത്തുന്നുണ്ടായിരുന്നു. പക്ഷേ അയാൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. അവസാനം അയാളെ പിടിച്ച് നല്ലപോലെ അയാളെ തന്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം അയാളുടെ നെഞ്ചത്ത് കയറിയിരുന്നു. കഠാര കൊണ്ട് അയാളുടെ കഥ കഴിക്കാൻ ഉള്ള അവസ്ഥയിലായിരുന്നു. ആ സമയത്ത് അയാൾ ചുവട്ടിൽ നിന്ന് മുഖത്തേക്ക് തുപ്പി അദ്ദേഹത്തിന്റെ. അങ്ങനെ അയാൾ ചെയ്തപ്പോൾ ഹദരത്ത് അലി അയാളുടെ നെഞ്ചത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. അയാൾ ഒഴിവാക്കി, വേർതിട്ട് പോയി. അയാൾ ആശ്ചര്യപ്പെട്ടു. ഹദരത്ത് അലിയോട് ചോദിച്ചു, താങ്കൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് പിടിച്ചത്. ഞാൻ താങ്കളുടെ ജീവശത്രുവാകുന്നു, രക്തദാഹിയാകുന്നു. ഇങ്ങനെ പിടിച്ചതിന് ശേഷവും താങ്കൾ എന്നെ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നു. എന്താണ് കാരണം? ഹദരത്ത് അലി പറഞ്ഞു, എനിക്ക് നിന്നോട് വ്യക്തിപരമായ ഒരു വിദ്വേഷവുമില്ല. നീ ദീനിനോടുള്ള വെറുപ്പ് കാരണം, എതിർപ്പ് കാരണം മുസ്ലിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീ കൊല ചെയ്യപ്പെടേണ്ടതാണ്. ഞാൻ നിന്നെ ദീനി ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ നീ എന്റെ മുഖത്തേക്ക് തുപ്പിയപ്പോൾ എനിക്ക് ആ സമയത്ത് ദേഷ്യം വന്നു. ഇപ്പോൾ എന്റെ വ്യക്തിപരമായ കാര്യം ഇതിനിടയിലേക്ക് വന്നിരിക്കുന്നു എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് ഇനിയൊന്നും ചെയ്യുന്നത് ശരിയല്ല. കാരണം നമ്മുടെ നഫ്സിന് വേണ്ടിയിട്ടല്ല ഒന്നും ചെയ്യേണ്ടത്, എല്ലാം അള്ളാഹുവിന് വേണ്ടിയിട്ടായിരിക്കണം. എന്റെ ഈ അവസ്ഥയിൽ മാറ്റം വന്നാൽ, ഈ കോപം ഇല്ലാതായാൽ ഞാൻ നിന്നോട് നേരത്തെ ചെയ്തത് തന്നെ വീണ്ടും ചെയ്യുന്നതാണ്. ഈ കാര്യം കേട്ടപ്പോൾ ആ കാഫിറിന്റെ ഹൃദയത്തിൽ എത്രമാത്രം പ്രഭാവമുണ്ടായെന്നാൽ അയാളുടെ കുഫ്രെല്ലാം ഹൃദയത്തിൽ നിന്ന് ഇല്ലാതായി പോയി. ഇതിനേക്കാളും നല്ല രീതിയിലുള്ള ദീന് മറ്റെന്താണുള്ളത്? അതിന്റെ അധ്യാപനത്തിന്റെ പ്രഭാവം കാരണം മനുഷ്യന്റെ മനസ്സ് പവിത്രമായി തീരുന്നു. അങ്ങനെ അയാൾ ആ സമയത്ത് തന്നെ തൗബ ചെയ്തു മുസ്ലിമായി. ഇതാണ് യഥാർത്ഥ തഖ്വ. അതിന്റെ പരിണിത ഫലവും അത് കാണിക്കുന്നു. ഹദരത്ത് മുസ്ലിം മൗദും ഏറെക്കുറെ യഹൂദിയുടെ ഹദരത്ത് അലിയുടെ ഈ പോരാട്ടത്തെ സംബന്ധിച്ചുള്ള സംഭവം വിവരിക്കുന്നുണ്ട്. പറയുന്നു, ഹദരത്ത് അലി ഒരിക്കൽ യുദ്ധത്തിൽ ഭാഗവാക്കായിരുന്നു. ഒരു വലിയ ശത്രുവിനെ അയാളെ എതിർക്കാൻ വളരെ കുറഞ്ഞ ആളുകൾക്ക് കഴിയുമായിരുന്നുള്ളൂ. അദ്ദേഹത്തിനെതിരിൽ വന്നു. വളരെ മണിക്കൂറുകളോളം അദ്ദേഹവും ഈ യഹൂദിയും യോദ്ധാവും തമ്മിൽ പോരാട്ടമുണ്ടായി.
അവസാനം നീണ്ട മണിക്കൂറുകളുടെ യുദ്ധത്തിന് ശേഷം അദ്ദേഹം ആ യഹൂദിയെ വീഴ്ത്തുകയുണ്ടായി. അയാളുടെ നെഞ്ചത്ത് കയറിയിരുന്നു. കഠാര കൊണ്ട് അയാളുടെ കഴുത്ത് മുറിക്കണമെന്ന് ആഗ്രഹിച്ചു. പെട്ടെന്ന് ആ യഹൂദി അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് തുപ്പി. ഉടൻ തന്നെ അദ്ദേഹം അയാളെ വിട്ട് എഴുന്നേറ്റ് നിന്നു. അപ്പോൾ ആ യഹൂദി വളരെ ആശ്ചര്യപ്പെട്ടു കൊണ്ട് പറഞ്ഞു, ഇത് വളരെ ആശ്ചര്യകരമായിരിക്കുന്നുവല്ലോ. നീണ്ട മണിക്കൂറുകളുടെ പോരാട്ടത്തിന് ശേഷമാണ് താങ്കൾ എന്നെ വീഴ്ത്തിയത്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ എന്നെ ഒഴിവാക്കി പോയിരിക്കുന്നു. താങ്കൾ ഇത് എത്രമാത്രം ബുദ്ധിശൂന്യതയാണ് കാണിച്ചത്. ഹദ്റത്ത് അലി പറഞ്ഞു, ഇത് ബുദ്ധിശൂന്യതയല്ല, മറിച്ച് ഞാൻ നിന്നെ വീഴ്ത്തിയപ്പോൾ നീ എന്റെ മുഖത്തേക്ക് തുപ്പി. എന്റെ ഹൃദയത്തിൽ ആ സമയത്ത് പെട്ടെന്ന് ഒരു ദേഷ്യം വന്നു. ഇയാൾ ഇതിന്റെ മുഖത്തേക്ക് എന്തിനാണ് എന്നെ തുപ്പിയത് എന്ന്. അതിനോടൊപ്പം തന്നെ ഞാൻ ചിന്തിച്ചത്, ഇത്ര നേരവും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അള്ളാഹുവിന് വേണ്ടിയായിരുന്നു. ഇനി ഞാൻ എന്റെ യുദ്ധം തുടരുകയാണെങ്കിൽ നിന്റെ അവസാനം എന്റെ വ്യക്തിപരമായ കോപം കാരണം ആയിരിക്കുന്നതാണ്. അതായത് ആ യഹൂദിയുടെ കഥ കഴിക്കുന്നത്. ഹദ്റത്ത് അലി പറഞ്ഞു, എന്റെ വ്യക്തിപരമായ കോപം കാരണമായി തീരുന്നതാണ്. അത് ദൈവപ്രീതിക്ക് വേണ്ടിയിട്ടായിരിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഉചിതമാണെന്ന് മനസ്സിലാക്കിയത് ഈ സമയത്ത് നിന്നെ ഒഴിവാക്കുക എന്നതാണ്. എന്റെ കോപം മാറുമ്പോൾ ഞാൻ അള്ളാഹുവിന് വേണ്ടി നിന്നെ വീണ്ടും കീഴ്പ്പെടുത്തുന്നതാണ്. ബാക്കി ഇൻഷാല്ലാ പിന്നീട് വിവരിക്കുന്നതായിരിക്കും. ഈ സമയത്ത് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പുതുവർഷത്തിന്റെ ആദ്യത്തെ ദിവസമാകുന്നു, ആദ്യത്തെ ജുമായുമാകുന്നു. ദുആ ചെയ്യുക, അള്ളാഹു ഈ വർഷം ജമാഅത്തിനു വേണ്ടി ലോകത്തിനും മനുഷ്യത്വത്തിനും അനുഗ്രഹീതമായി തീരട്ടെ. നാം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ട് നേരത്തേതിലുമുപരി അള്ളാഹുവിലേക്ക് കുനിയുന്നവരും തങ്ങളുടെ ഇബാദത്തുകളുടെ നിലവാരങ്ങൾ ഉയർത്തുന്നവരുമായി തീരട്ടെ. ഭൗതികരായ ആളുകളും തങ്ങളുടെ ജീവിത ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ കടമകൾ നിർവഹിക്കുന്നവരായി തീരട്ടെ. പരസ്പരം അവകാശങ്ങൾ ധ്വംസിക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ കൽപ്പനകൾ നിറവേറ്റിക്കൊണ്ട് പരസ്പരം അവകാശങ്ങൾ നൽകുന്നവരായി തീരട്ടെ. അതല്ലെങ്കിൽ അള്ളാഹുവിനും അവൻ്റെതായ രീതിയിൽ ഭൗതികരായ ആളുകളെ അവരുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്താൻ അറിയാം. നമ്മളും ലോകത്തുള്ള എല്ലാ ആളുകളും ഈ പ്രധാന സംഗതി മനസ്സിലാക്കുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു. നമ്മളും ഈ ഭൗതിക ലോകവും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു. നമുക്ക് ഈ ഇഹലോകവും പരലോകവും സുന്ദരമാക്കി തീർക്കാൻ കഴിയുന്നതുമാണ്. കഴിഞ്ഞ ഒരു വർഷമായി നാം വളരെ ഭയാനകമായ ഒരു പകർച്ചവ്യാധിയുടെ അസുഖത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ലോകത്തുള്ള ഒരു രാജ്യവും ഈ പകർച്ചവ്യാധിയിൽ നിന്ന് പുറത്തല്ല. ചില സ്ഥലത്ത് കുറവാണ്, ചില സ്ഥലത്ത് കൂടുതലാണ്. എന്നാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഭൂരിഭാഗവും ലോകത്തിന്റെ ഭൂരിഭാഗവും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. അതായത് ഈ പകർച്ചവ്യാധി അള്ളാഹുവിൽ നിന്ന് നമ്മെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നതിന് വേണ്ടിയാണോ വന്നത് എന്ന കാര്യം ചിന്തിക്കുന്നില്ല. അള്ളാഹു നമ്മെ ഇളക്കുകയും നമ്മോട് പറയാനും നമ്മെ ശ്രദ്ധ ക്ഷണിക്കാനും ആണോ അള്ളാഹു ഇത് കൊണ്ടുവന്നത്? ഈ ഭാഗത്തേക്ക് ആരും ശ്രദ്ധിക്കുന്നില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരുപാട് രാഷ്ട്ര നേതാക്കന്മാർക്ക് ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് കത്തുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. കോവിഡിനെ ഉദ്ധരിച്ചുകൊണ്ട് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉദ്ധരിച്ചുകൊണ്ട് ഈ കാര്യത്തിലേക്ക്, അതായത് ഈ ആപത്ത് അള്ളാഹുവിൽ നിന്ന് അവന്റെ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കാതാകുമ്പോൾ, അത് ചെയ്യാതാകുമ്പോൾ സുൽമ് വർദ്ധിക്കുന്നത് കാരണമാണോ വന്നത് എന്ന് ഞാൻ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില നേതാക്കന്മാർ മറുപടി തന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഭൗതികമായ രീതിയിലുള്ള മറുപടിയായിരുന്നു അവരുടേത്. അതായത് ഈ ഭൗതിക രീതിയിലുള്ള സംസാരങ്ങളാണ് അവർ നടത്തിയത്. ദീൻപരമായിട്ടുള്ള കാര്യം, അതായത് അള്ളാഹുവിന്റെ ഭാഗം അവർ കാലിയാക്കി വെച്ചു.
അത് ഞാൻ വളരെയധികം വിവരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് പരാമർശിക്കുക പോലും ചെയ്തില്ല. ഇങ്ങനെ ആകണമെന്നെല്ലാം അവർ പറഞ്ഞു. എന്നാൽ അവർ ഒരിക്കലും തന്നെ തങ്ങളുടെ അവസ്ഥകൾ മാറ്റുന്നതിന് വേണ്ടി ചുവടുവെക്കാൻ ആഗ്രഹിക്കുന്നില്ല. സമൂഹത്തിന്റെ സഹതാപമുള്ളവരായി തീർന്നുകൊണ്ട് സമൂഹത്തെ യഥാർത്ഥ ഉദ്ദേശത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനും ആഗ്രഹിക്കുന്നില്ല. ഇതെല്ലാം അറിഞ്ഞതിന് ശേഷവും, അതായത് ഈ പകർച്ചവ്യാധിയുടെ പിന്നീടുണ്ടാകുന്ന പ്രഭാവങ്ങൾ വളരെ ഗുരുതരമായിരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടും അവരതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. ഇതെല്ലാ രാജ്യത്തുള്ള നേതാക്കന്മാർക്കും അറിയാം, എല്ലാ ബുദ്ധിമാനായ മനുഷ്യനും അറിയാം, എല്ലാ നിരൂപകർക്കും അതിനെ സംബന്ധിച്ചറിയാം. എന്നിട്ടും എല്ലാം അറിഞ്ഞിട്ടും അവർ യഥാർത്ഥ പരിഹാര മാർഗത്തിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. തികച്ചും ഭൗതികമായ പരിശ്രമങ്ങളിലേക്ക് മാത്രമാണ് ശ്രദ്ധ ചെലുത്തുന്നത്. ഈ രോഗം കാരണം വ്യക്തിപരമായ രീതിയിൽ മാത്രമല്ല, സാമ്പത്തിക നില ദൗർബല്യമായി കൊണ്ടിരിക്കുന്നത്, ആരോഗ്യപരമായി സംഭവിക്കാനുള്ളതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ പൊതുവിൽ ഓരോരുത്തരും സാമ്പത്തിക നിലയിലും വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. മറിച്ച് വലിയ വലിയ ധനിക രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക അവസ്ഥകൾ പോലെയും മുതുകുകൾ ഒടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭൗതികരായ ആളുകളുടെ പക്കൽ ഇതിന് ഒരേ ഒരു പരിഹാര മാർഗമേ ഉള്ളൂ. ഇങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ, സാമ്പത്തിക അവസ്ഥ മോശമാകുമ്പോൾ, നശിക്കുമ്പോൾ, ചെറിയ രാഷ്ട്രങ്ങളുടെ സമ്പത്തിൽ കൈയിട്ട് വാരുക, എങ്ങനെയും തങ്ങളുടെ വലയിൽ കൊടുക്കുക, തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് മാറ്റുകയും ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ സമ്പത്തിനെ കൈയടക്കുകയും ചെയ്യുക. അതിനുവേണ്ടി ബ്ലോക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ശീത യുദ്ധം വീണ്ടും ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ്. ഒരു നിലയ്ക്ക് യഥാർത്ഥ ആയുധങ്ങളുമായുള്ള യുദ്ധവും ഉണ്ടാകുന്നത് ഒരിക്കലും തന്നെ വിദൂരമാണെന്ന് തോന്നുന്നില്ല. അത് വളരെ ഭയാനകമായ യുദ്ധമായിരിക്കും. അവർ പിന്നീട് വളരെ ആഴത്തുള്ള മറ്റൊരു കിണറിലേക്കാണ് വീഴുക. ദരിദ്രരാഷ്ട്രങ്ങൾ നേരത്തെ തന്നെ അരഞ്ഞുകൊണ്ടിരിക്കുന്നു. ധനാഢ്യരായ രാജ്യങ്ങളുടെ സാധാരണക്കാരും ഇതിൽ അരിയുന്നതാണ്. വളരെ ഭയാനകമായ രീതിയിൽ അവർ ഇതിൽ ചതിച്ചരയ്ക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ലോകം ഈ ഒരു അവസ്ഥയിൽ എത്തുന്നതിന് മുമ്പേ തന്നെ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ട് ലോകത്തെ ജാഗ്രതപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഈ വർഷം ആശംസകളുടെ വർഷം ആയി തീരണമെങ്കിൽ നാം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയും അങ്ങനെ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും അതിനുവേണ്ടി എല്ലാത്തിനും നമുക്ക് നമ്മുടെ അവസ്ഥകളെ സംബന്ധിച്ച് പരിചയം നടത്തേണ്ടതായി വരും. നാം കാലഘട്ടത്തിന് ഇമാം മഹദി മൗദിനെ അംഗീകരിക്കുന്നവരാകുന്നു. നാം നമ്മുടെ അവസ്ഥകൾ മാറ്റുന്നവരായിട്ടുണ്ടാവും. നാം അള്ളാഹുവിൻ്റെ കടമകൾ നിറവേറ്റുന്നതോടൊപ്പം തന്നെ തികച്ചും അള്ളാഹുവിൻ്റെ വേണ്ടി അവൻ്റെ ദാസന്മാരുടെ കടമകളും നിറവേറ്റുന്നുണ്ടോ? നാം നമ്മുടെ ഇസ്ലാഹ് ചെയ്യുന്നുണ്ടോ? പരസ്പരം സ്നേഹത്തിന്റെ വികാരത്തോടു കൂടി അനുദിന സാധാരണമായ നിലവാരത്തിലേക്ക് ശ്രമിക്കേണ്ടതുണ്ട്. ഓരോ അഹമ്മദിയും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. തനിക്ക് മേൽ എന്ത് ഉത്തരവാദിത്തമാണ് അർപ്പിക്കപ്പെട്ടിരിക്കുന്നത്, എത്ര ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഉള്ളത് എന്ന്. അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ആദ്യം തങ്ങൾക്കുള്ളിൽ സ്നേഹവും സൗഹാർദ്ദവും സാഹോദര്യത്തിന്റെയും അന്തരീക്ഷം ഉണ്ടാക്കേണ്ടതായി വരും. നമ്മുടെ സമൂഹത്തിൽ, അതായത് അഹമ്മദിയ സമൂഹത്തിൽ, പിന്നെ ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തിയ ആ കൊടിക്ക് കീഴിൽ നാം ലോകത്തെ കൊണ്ടുവരേണ്ടതാണ്. അത് അള്ളാഹുവിന്റെ തൗഹീദിന്റെ കൊടിയാകുന്നു. അപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ബയ്യത്തിന്റെ ഉദ്ദേശത്തെ പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് ബയ്യത്ത് യഥാവിധി അതിന്റെ പൂർത്തിയാക്കുന്നവരായി മാറുകയുള്ളൂ. അപ്പോൾ മാത്രമേ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ അവകാശികളായി നാം മാറുകയുള്ളൂ. അപ്പോൾ മാത്രമേ നാം പുതുവർഷത്തിന്റെ ആശംസകൾ നൽകാനും അതുപോലെ തന്നെ വാങ്ങുന്നതിനുമുള്ള അവകാശികളായി മാറുകയുള്ളൂ. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഓരോ അഹമ്മദി സ്ത്രീയും പുരുഷനും യുവാവും കുട്ടിയും വൃദ്ധനും
ഈ കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ വർഷം അത് മാത്രമല്ല, ഈ വർഷം ഞാൻ ലോകത്ത് ഒരു വിപ്ലവം ഉണ്ടാക്കുന്നതിന് വേണ്ടി എൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിക്കുന്നതാണ് ശപഥം ചെയ്യുക. അള്ളാഹു എല്ലാ ഓരോ അഹമ്മദിക്കും അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇന്ന് പാകിസ്ഥാനിലെ അഹമ്മദികൾക്കും അതുപോലെ തന്നെ അൾജീരിയയിലെ അഹമ്മദികൾക്കും വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യാൻ ഞാൻ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അവരെ നിങ്ങളുടെ ദുആകളിൽ ഓർക്കുക. പാകിസ്ഥാനിലും ചില സ്ഥലങ്ങളിൽ ചില മൗലവിമാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും സുൽമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഇസ്ലാഹ് സാധ്യമല്ലാത്ത ആളുകളെ എത്രയും പെട്ടെന്ന് പിടികൂടുമാറാകട്ടെ. അള്ളാഹുവിനറിയാം ആർക്കാണ് ഇസ്ലാഹ് ചെയ്യാൻ വേണ്ടത് എന്നും ആർക്കാണ് വേണ്ടാത്തത് എന്നും. അതിന്റെ ആവശ്യമില്ലാത്തവരെ അള്ളാഹു എത്രയും പെട്ടെന്ന് പിടികൂടുമാറാകട്ടെ. പ്രവാചകത്വം നിന്ന നിയമത്തിന് കീഴിൽ അഹമ്മദികൾക്ക് മേൽ അക്രമങ്ങൾ ചെയ്യാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അഹമ്മദികളെ തങ്ങളുടെ തർബീയത്തിന് വേണ്ടിയിട്ടുള്ള ചില മാർഗങ്ങൾ എല്ലാ മാർഗങ്ങളിലും അവർ വിഘ്നം സൃഷ്ടിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു അവരിൽ നിന്ന് അള്ളാഹു എത്രയും പെട്ടെന്ന് അകറ്റുമാറാകട്ടെ. നമുക്ക് അവരിൽ നിന്ന് നമ്മെ രക്ഷിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ റഹ്മത്തുൽ ആലമീന്റെ പേരിന് ഇവരാണ് ദുഷ്പേരുണ്ടാക്കുന്നത്. അഹമ്മദികൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ തങ്ങളുടെ ജീവൻ ത്യാഗം ചെയ്യുന്നവരാണ്. ഇന്ന് ലോകത്തിന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൊടിക്ക് കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള ഏറ്റവും അധികം പ്രവർത്തനങ്ങൾ, മറിച്ച് യഥാർത്ഥ ജോലി അഹമ്മദികളാണ് ചെയ്യുന്നത്. മാത്രമല്ല, ആരെങ്കിലും ഇന്ന് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അഹമ്മദികൾ മാത്രമാകുന്നു. ഇന്ന് ഈ ഭൗതികരായ ആളുകൾ ഭൗതിക രാജാധികാരത്തിന്റെ ഹുങ്കിൽ നമുക്ക് മേൽ സുൽമ ചെയ്യാൻ അവർക്ക് കഴിയും. എന്നാൽ ഓർക്കുക, നമ്മൾ അംഗീകരിക്കുന്ന ദൈവം നേമൽ മൗല നേമൽ നസീർ ആകുന്നു. ആ ദൈവം ഏറ്റവും നല്ല യജമാനും ഏറ്റവും നല്ല സഹായിയുമാകുന്നു. തീർച്ചയായും അവന്റെ സഹായം തീർച്ചയായും വരുന്നതാണ്. ആ സമയത്ത് ഈ ഭൗതികരായ ആളുകൾ തങ്ങളുടെ നിഗമനത്തിൽ അധികാരവും അതുപോലെ തന്നെ സമ്പത്തുമുണ്ടെന്ന് കരുതുന്നവർ അവരുടെ പൊടി പോലും കാണുന്നതല്ല അള്ളാഹുവിന്റെ സഹായവും സംരക്ഷണവും വരുമ്പോൾ. അതുകൊണ്ട് നമ്മുടെ കർത്തവ്യം ദുആകൾ മുഖേന തങ്ങളുടെ ഇബാദത്തുകളെ കൂടുതൽ നന്നാക്കി തീർക്കുക. നാം ഇത് ചെയ്യുകയാണെങ്കിൽ നാം തന്നെയായിരിക്കും വിജയിക്കുന്നവരായി തീരുക. അൾജീരിയയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിരുന്നു, എല്ലാവരെയും മോചിപ്പിച്ചു എന്ന്. അവിടുത്തെ ഒരു കോർട്ട് എല്ലാവരെയും മോചിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു കോർട്ടും ചെറിയ പിഴയിട്ടുകൊണ്ട് ഏകദേശം എല്ലാവരെയും ഒഴിവാക്കിയിരിക്കുന്നു. എന്നാൽ പക്ഷേ ഇപ്പോഴും കുറച്ചാളുകൾ അവിടെ കൽത്തുറുങ്കുകളിലാണ്, ജയിലിലാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു എത്രയും പെട്ടെന്ന് അവരുടെ മോചനത്തിന് വഴിയൊരുക്കുമാറാകട്ടെ. പാകിസ്ഥാനിലെ തടവറയിൽ കഴിയുന്ന ആളുകളുടെ മോചനത്തിന് വേണ്ടി ദുആ ചെയ്യുക. നമ്മുടെ സന്തോഷങ്ങൾ അത് വർഷത്തിന് ആരംഭത്തിലുള്ളതാകട്ടെ അല്ലെങ്കിൽ ഈദിന്റെ, അത് യാഥാർത്ഥ്യമായി തീരുന്നത് നാം ലോകത്തെ എല്ലാ ഭാഗത്തും അള്ളാഹുവിന്റെ തൗഹീദിന്റെ പതാക പറത്തുന്നവരായി തീരുമ്പോഴായിരിക്കും. അതുമായിട്ടാണ് ഹദ്റത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതനായത്. മനുഷ്യത്വത്തിന്റെ വിലകൾ മനസ്സിലാക്കി തീരുമ്പോഴാണ് സന്തോഷങ്ങൾ ഉണ്ടാകുന്നത്. പരസ്പരമുള്ള വെറുപ്പുകൾ സന്തോഷത്തിൽ ആയി മാറുമ്പോഴാണ് അത് ഉണ്ടാകുന്നത്. അള്ളാഹു ഈ സന്തോഷത്തിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തരുമാറാകട്ടെ. വാഗ്ദത്ത മഹദി മസീഹിനെ മനസ്സിലാക്കുന്നതിന് മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ബുദ്ധി നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെയും അവന്റെ
അടിയാറുകളുടെയും അവകാശങ്ങൾ നൽകുന്നതിന് വേണ്ടി ഈ ലോകത്തിനും അള്ളാഹു ബുദ്ധി നൽകുമാറാകട്ടെ. അള്ളാഹു എല്ലാ രാജ്യത്തുള്ള അഹമ്മദികളുടെയും സഹായകനും സംരക്ഷകനുമായി തീരുമാറാകട്ടെ. ഈ വർഷം എല്ലാ അഹമ്മദികൾക്കും എല്ലാ മനുഷ്യനും റഹ്മത്തുകളുടെയും ബർക്കത്തുകൾക്കും നിദാനമാകുന്ന ഒരു വർഷമായി തീരുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നിട്ടുള്ള കുറവുകളും കുറ്റങ്ങളും, അതായത് കഴിഞ്ഞ വർഷം ഉണ്ടായത് അള്ളാഹുവിൻ്റെ നീരസത്തിന് കാരണമായി തീർന്ന, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തിയതിന് കാരണമായി തീർന്ന കഴിഞ്ഞ വർഷമുണ്ടായ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും അള്ളാഹു അതിൽ നിന്നെല്ലാം നമ്മെ രക്ഷിക്കുമാറാകട്ടെ. തൻ്റെ അനുഗ്രഹങ്ങളുടെയും സമ്മാനങ്ങളുടെയും അവകാശികളായി നമ്മെ ആക്കുമാറാകട്ടെ. നമ്മെ യഥാർത്ഥ വിശ്വാസികൾ ആക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ദുആകൾക്കുള്ള തൗഫീക്കും നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.